Right. Okay. Hello, and a very warm good evening to all of you. My name is Anushrida, and I'm working with WWF as a project officer in Kerala State Office. Welcome to City Nature Challenge. You all must have sort of an idea about what it is. It is a citizen science portal, and you the two speakers that we have today are Ashwin and Pranav Chandra Bose. I welcome you both, and I welcome everybody who is present here today also. So for this really exciting City Nature Challenge, uh, and to know about more about iNaturalist and the project that is there, the City Nature Challenges and iNaturalist portal. So let us learn more about it. നമുക്ക് ഈ വർഷം we have registered as a team കേരള. അപ്പം എല്ലാ സിറ്റീസും ചെറിയ ചെറിയ സിറ്റീസ് ആയിട്ടാണ് ചെയ്തിട്ടെങ്കിലും we are registered as Kerala. So let's hope that this year City Nature Challenge is going to be great, big fun, and everybody learns a lot about our biodiversity. So I invite both the speakers, Ashwin and Pranav, once again. Over to you, Pranav, to do the. Thank you, Anushrita. So I think we can directly start the meeting, right, to the session. Is my screen visible for everyone? Yep, Yes, it is. Can you do, Okay. put it on the presentation mode? Slideshow, yeah. Thank you. Okay. Yeah. So, അപ്പോ സെഷൻ മലയാളത്തിലാണ്. സോ നമ്മള് ആദ്യം നമ്മുടെ ഇന്നത്തെ സെഷന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു iNaturalist എന്നാണ്. അപ്പൊ iNaturalistനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് വെച്ചാൽ അതൊരു സിറ്റിസൺ സയൻസ് പ്ലാറ്റ്ഫോം ആണ്, അല്ലെ? എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഇതില് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നവരിൽ കുറെ പേര് ഉപയോഗിക്കുന്നവരുണ്ടാവും iNaturalist, അല്ലെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടുള്ളവരുണ്ടാവും, കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ലീഡർ ബോർഡ്സിലൊക്കെ വിരാജിക്കുന്ന സിംഹങ്ങൾ ഒക്കെ ഉണ്ടാവും, അല്ലെ? അപ്പോ ഇന്നത്തെ സെഷൻ പ്ലാൻ ചെയ്തിരിക്കുന്ന വളരെ ബേസിക് ആയിട്ട്, വളരെ ലെയ്മാൻ ടേംസിൽ, അല്ലെങ്കിൽ iNaturalist എന്ന പ്ലാറ്റ്ഫോമിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാള് മനസ്സിലാവുന്ന തരത്തിലാണ് നമ്മൾ സെഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു iNaturalist എന്ന് പറയുന്ന ഒരു സിറ്റിസൺ സയൻസ് പ്ലാറ്റ്ഫോം ആണല്ലേ. അപ്പൊ എന്താണ് സിറ്റിസൺ സയൻസ് എന്നത് ആദ്യം അതിനെപ്പറ്റി സംസാരിക്കേണ്ടത്. അപ്പം സിറ്റിസൺ സയൻസ് എന്താണെന്ന് വെച്ചാല് നമ്മൾ മലയാളത്തിൽ അതിനെ വേണമെങ്കിൽ പൗരശാസ്ത്രം എന്ന് പറയാറുണ്ട്. അതായത് നമ്മൾ ശാസ്ത്രം എന്ന് പറയുമ്പോൾ ശാസ്ത്രം നമുക്ക് അന്യമല്ല, അല്ലേ? പക്ഷെ ശാസ്ത്രത്തിൽ അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന രീതി, പ്രൊഡക്ഷൻ ഓഫ് നോളജ് അല്ലെങ്കിൽ ക്രിയേഷൻ ഓഫ് നോളജ് എന്ന് പറയുന്നത് നമുക്ക് ഏറെക്കുറെ ഇപ്പോഴും അന്യമാണ്. അപ്പോ ആ ശാസ്ത്രത്തിലെ നോളജ് ക്രിയേഷൻ, ആ ക്രിയേഷനിലേക്കുള്ള സമൂഹത്തിന്റെ എന്താണ് ആ ഡിവൈഡിനെ കുറയ്ക്കുന്ന ഒരു ഒരു എന്താണ് ഒരു പ്രവർത്തനത്തിനാണ് നമ്മൾ പൗരശാസ്ത്രം അല്ലെങ്കിൽ സിറ്റിസൺ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സിറ്റിസൺ സയൻസ് എന്ന് പറഞ്ഞാല് ഓരോ വ്യക്തിയും ശാസ്ത്രജ്ഞനാകുന്ന, അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും ശാസ്ത്രത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഓരോ വ്യക്തിയും ശാസ്ത്രത്തിന്റെ മെത്തഡോളജി അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ രീതിശാസ്ത്രം ഫോളോ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ മൊത്തത്തിൽ ശാസ്ത്രബോധം വളർത്തുന്ന ഒരു പ്രവർത്തനത്തിനാണ് നമ്മൾ സിറ്റിസൺ സയൻസ് അല്ലെങ്കിൽ പൗരശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ശാസ്ത്രബോധമുള്ള സമൂഹം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഡ്യൂട്ടിയാണ്. ആർട്ടിക്കിൾ 51A(h) എന്ന് പറയുന്ന ക്ലോസിൽ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി ഇന്ത്യൻ സിറ്റിസൺ ടു പ്രൊമോട്ട് സയന്റിഫിക് ടെമ്പർ ആൻഡ് സയന്റിഫിക് തിങ്കിങ്, റീസണിങ്, ഓൾ ദാറ്റ്. അപ്പോ എങ്ങനെയാണ് ശാസ്ത്രബോധം ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, സമൂഹത്തിലേക്ക് ശാസ്ത്രം എത്തിക്കുന്നു, അല്ലെ? അതായത് ഇപ്പോ ശാസ്ത്ര വിദ്യാഭ്യാസത്തിലൂടെ, അല്ലെങ്കിൽ പ്രസംഗങ്ങൾ, മാസികകൾ, അങ്ങനെയുള്ള വേരിയസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതിന്റെ ഒരു തുടർച്ചയിൽ തന്നെയാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. അത് ഒരു വഴി. മറ്റൊരു വഴി എന്ന് പറയുന്നത് സമൂഹത്തെ ശാസ്ത്രത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ സമൂഹത്തെ ശാസ്ത്രത്തിൽ എത്തിക്കുക എന്ന വഴിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ് സിറ്റിസൺ സയൻസ് അല്ലെങ്കിൽ പൗരശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോ സിറ്റിസൺ സയൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത് അത്
ശാസ്ത്രത്തിന്റെ റിസർച്ച് പ്രോസസ്സിനെ അല്ലെങ്കിൽ ശാസ്ത്രത്തിലെ ക്രിയേഷൻ ഓഫ് നോളജ്, ശാസ്ത്രത്തിന്റെ അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന ആ പ്രക്രിയയെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുകയാണ്. അതായത് ഇറ്റ് ഡെമോക്രൈസസ് ദ സയന്റിഫിക് റിസർച്ച് പ്രോസസ് ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് എ സിനർജി ബിറ്റ്വീൻ സയൻസ് ആൻഡ് സൊസൈറ്റി, അല്ലെ? അതായത് സിറ്റിസൺ സയൻസിലൂടെ ശാസ്ത്രവും വളരുന്നു, സിറ്റിസൺ സയൻസിലൂടെ ശാസ്ത്രബോധം ഉണ്ടായ ഒരു സമൂഹവും വളരുന്നു. അപ്പോൾ അതാണ് സിറ്റിസൺ സയൻസിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ സിറ്റിസൺ സയൻസ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത് പല പല നിലകളിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വഴിയാണ്. അല്ലാതെയും ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വഴിയാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മുടെ ജൈവ വൈവിധ്യം, അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോഴേക്ക് ജൈവ വൈവിധ്യം ഡോക്യുമെന്റ് ചെയ്യേണ്ട ആവശ്യകതയെ പറ്റി പറയേണ്ടതുണ്ടല്ലേ? അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഡോക്യുമെന്റ് ചെയ്യണം? അപ്പൊ നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒരുപാട് ജീവികളുണ്ട്, ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോ നമ്മൾ ജീവിക്കുന്നത് ഒരു എക്കോസിസ്റ്റത്തിന്റെ പാർട്ടായിട്ടാണ്, അല്ലെ? മനുഷ്യനാണ് എന്ന് പറയുമ്പോഴും മനുഷ്യൻ പ്രകൃതി എന്നുള്ള ഒരു ബൈനറി നമ്മൾ ഉണ്ടാക്കുമ്പോഴും മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് വേറിട്ട് ഒരു എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. സോ ആ സോ അപ്പോ നമ്മുടെ ചുറ്റുമുള്ള എക്കോസിസ്റ്റം നമ്മൾ കൺസേർവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ എക്കോസിസ്റ്റം കൺസർവേഷൻ ചെയ്യാനായിട്ട് ഏറ്റവും ആത്യന്തികമായി വേണ്ട ഒരു ഒരു പ്രോസസ്സാണ് ബയോഡൈവേഴ്സിറ്റി ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്, അഥവാ എന്താണ് ജൈവ വൈവിധ്യം രേഖപ്പെടുത്തൽ. അപ്പൊ അത്തരത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് രേഖപ്പെടുത്താവുന്ന, നമുക്ക് ഈസി ആയിട്ട് ബയോഡൈവേഴ്സിറ്റി ഡോക്യുമെന്റേഷൻ നടത്താൻ പറ്റുന്ന കുറച്ച് പ്ലാറ്റ്ഫോംസ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അതിൽ പലതും നിങ്ങൾക്ക് അറിയുന്നതുണ്ടാവും, ആദ്യമായിട്ട് കാണുന്നതുണ്ടാവും. eBird, ബേർഡ് കൗണ്ട് ഇന്ത്യ, ബയോഡൈവേഴ്സിറ്റി അറ്റ്ലസ്, ബയോഡൈവേഴ്സിറ്റി ഇന്ത്യ പോർട്ടൽ, അതായത് ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി പോർട്ടൽ എന്ന് പറയുന്നതാണിത്. പ്രോജക്ട് നോവ, വൈൽഡ് ലാബ്, പിന്നെ ഐനാച്ചുറലിസ്റ്റ്. അപ്പൊ അത്തരത്തിലുള്ള അനവധി ബയോഡൈവേഴ്സിറ്റി ഡോക്യുമെന്റേഷൻ പ്ലാറ്റ്ഫോംസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അപ്പൊ ഇതിൽ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് ഐനാച്ചുറലിസ്റ്റിനെ പറ്റിയാണ്. അപ്പൊ eBirdനെ പറ്റി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, eBird യൂസ് ചെയ്യുന്നവരുണ്ടാവും. eBirdsൽ നമ്മൾ ബേർഡ് ഒബ്സർവേഷൻസ് മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ ഐനാച്ചുറലിസ്റ്റിൽ അങ്ങനെ ഒരു വേർതിരിവില്ല. എന്ത് ജീവൻ ഉള്ളതോ ഉണ്ടായിരുന്നതോ ആയ എന്തിനേയും നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഐനാച്ചുറലിസ്റ്റ് തരുന്നത്. അപ്പോൾ ഐനാച്ചുറലിസ്റ്റിൽ എങ്ങനെയാണ് ഒരു ഒബ്സർവേഷൻ അപ്ലോഡ് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. അപ്പോൾ നമ്മൾ ഐനാച്ചുറലിസ്റ്റ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ ഒരു ഇന്റർഫേസ് ആണ് കിട്ടുന്നത്. ഇന്റർഫേസിന്റെ ഏറ്റവും താഴത്തെ ബോട്ടം റൈറ്റ് കോർണറിലായിട്ട് ഇങ്ങനത്തെ ഒരു ലോഗോ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിൽ പോയി ഫോട്ടോ ചൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ ആപ്പ് അല്ല ഉപയോഗിക്കുന്നത്, ഡെസ്ക്ടോപ്പ് സൈറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ഇതാണ്ട് ഇവിടെ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒബ്സർവേഷൻ അപ്ലോഡ് ചെയ്യാം. അതായത് നമ്മുടെ ഒരു ഫോട്ടോ നമ്മുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാം. അതൊരു അപ്ലോഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഫോട്ടോ അതിനകത്തിലേക്ക് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഒബ്സർവേഷൻ ആവാനായിട്ട് ഒരു ചെറിയ പ്രോസസ് ഉണ്ട്. അപ്പൊ അതിൽ ആദ്യം ഏറ്റവും ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്ത് ഒബ്സർവേഷൻ അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും ഒരു ബേസിക് ഐഡി അതിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഇപ്പോ നമ്മൾ ഇത് കാണുന്ന പോലെ നമ്മൾ ഈ മൊബൈലിലാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിലൊരു വാട്ട് ഡിഡ് യു സി എന്ന് പറയുന്ന ഒരു സജഷൻ അത് കാണിക്കും. അത് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതൊരു ലിസ്റ്റ് ഓഫ് ഒബ്സർവേഷൻസ്, നമ്മുടെ ഫോട്ടോയിൽ ഡെപ്പിക്ട് ചെയ്തിരിക്കുന്ന ജീവി എന്താവാനാണ് സാധ്യത എന്ന് ഐനാറ്റ് CV കമ്പ്യൂട്ടർ വിഷൻ, ഐനാറ്റിന്റെ കമ്പ്യൂട്ടർ വിഷൻ അനലൈസ് ചെയ്ത് നമുക്ക് കുറച്ച് സജഷൻസ് തരും. നിങ്ങൾക്ക് ഇനി അറിയില്ല, ഞാൻ കണ്ടത് ഒരു ബട്ടർഫ്ലൈ ആണ്, അല്ലെങ്കിൽ ഞാൻ കണ്ടത് ഒരു ബേർഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ കണ്ടത് ഒരു ലിസാർഡിനെ ആണ്, അങ്ങനെയുള്ള അറിവ് മാത്രമുള്ളെങ്കിൽ നിങ്ങൾക്ക് അതും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ ബേസിക് ആയിട്ട് എന്താണ് കണ്ടത് എന്നത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് ഐനാച്ചുറലിസ്റ്റിൽ നമ്മുടെ ഒബ്സർവേഷനെ വിസിബിലിറ്റി കൂട്ടാൻ സഹായിക്കും. അതായത് ഐനാച്ചുറലിസ്റ്റിൽ ഒബ്സർവേഷൻ, നമ്മുടെ ഐഡിയാസ്, കമ്മ്യൂണിറ്റിയിലുള്ള മറ്റാൾക്കാർ ആ ഒബ്സർവേഷൻ അവരുടെ ശ്രദ്ധയിൽപ്പെടാൻ ഇങ്ങനെ ചെയ്യാൻ സഹായിക്കും. അപ്പൊ അത് ഐനാച്ചുറലിസ്റ്റ് സൈറ്റ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇവർ റെക്കമെൻഡ് ചെയ്യും. ഇപ്പോ നിങ്ങൾക്ക് അറിയാം അത് എന്ത് സ്പീഷീസ് ആണ് ഞാൻ കണ്ടത്, ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സജഷൻസിൽ വരുന്ന ആ ടാക്സോൺ കൊടുക്കാം.
അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ബേസിക് ഐഡിയ, ഒരു ബേർഡ് ആണെങ്കിൽ ബേർഡ് എന്നോ, അല്ലെങ്കിൽ മോത്തോ ബട്ടർഫ്ലൈ ആണെങ്കിൽ ലെപ്പിഡോപ്റ്റർ ആണോ, അങ്ങനെ മാറ്റിസ് ആണെങ്കിൽ മാൻറ്റോഡിയ എന്നോ, അങ്ങനെ എന്ത് ഐഡിയ വേണമെങ്കിലും കൊടുത്ത് അതിനുശേഷം അവിടെ ആ ഐഡി കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേറ്റും ടൈമും കൊടുക്കുക എന്നുള്ളതാണ്. ഡേറ്റും ടൈമും ഇപ്പൊ മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നോ ഡെസ്ക്ടോപ്പിൽ നിന്നാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ എക്സിഫിൽ അതിന്റെ എക്സിഫിൽ ആ ഫയൽ ഡാറ്റ കാണും. അതായത് ഇന്ന ഡേറ്റിലാണ് ഇത് എടുത്തത്, ഇന്ന സമയത്താണ് എടുത്തതെന്ന് കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ പോലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒബ്സർവേഷനിൽ ഡേറ്റും ടൈമും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ കാണാത്ത പക്ഷം നമ്മൾ മാനുവലായിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ ഏത് സ്ഥലത്ത് നിന്നാണ്, ലൊക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഏത് സ്ഥലത്ത് നിന്നാണ് നമുക്ക് നമ്മുടെ ഈ ഒബ്സർവേഷൻ, നമ്മൾ ഈ കണ്ട ജീവിയെ നമ്മൾ ഈ ജീവിയെ കണ്ടത് എന്നുള്ള കാര്യം നമ്മൾ അവിടെ കൊടുക്കണം. അപ്പൊ ലൊക്കേഷന് അത് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് തന്നെയാണ് കണ്ടതെങ്കിൽ ആ സ്ഥലത്തോട്ട് നമുക്ക് സെൻഡർ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ എന്താ ചെയ്യുക, നമ്മുടെ ആ ലൊക്കേഷൻ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതിൽ സെർച്ച് ചെയ്ത് എടുക്കാനും സാധിക്കും. ഇനി നിങ്ങൾ കൊടുക്കുന്ന ലൊക്കേഷൻ നിങ്ങളുടെ അപ്ലോഡ് ചെയ്ത് കമ്മ്യൂണിറ്റിയിലേക്ക്, അതായത് പബ്ലിക് ഡാറ്റ ആയി കഴിയുമ്പോൾ ആ ഒബ്സർവേഷന്റെ ഡാറ്റ ഷെയർ ചെയ്യണോ, അതായത് പബ്ലിക്കായി ഷെയർ ചെയ്യണോ, അതോ അതിന്റെ ലൊക്കേഷൻ പ്രൈവറ്റ് ആയിട്ട് വെക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിനുള്ള ഓപ്ഷനാണ് ജിയോ പ്രൈവസിയിൽ ഉള്ളത്. അപ്പൊ ലൊക്കേഷൻ വിസിബിലി ഓപ്പൺ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഒബ്സർവേഷൻ കാണുന്ന എല്ലാവർക്കും അത് എവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലാവും. ഇനി ക്യാപ്റ്റീവ് ഓർ കൾട്ടിവേറ്റഡ്, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. അപ്പൊ നമ്മൾ ഒരു ഒബ്സർവേഷൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ജീവി, അപ്പൊ നമുക്ക് ചുറ്റും പലതരത്തിലുള്ള ജീവികളുണ്ട് അല്ലെ. അതായത് വൈൽഡ് ആയിട്ട് കാണുന്ന ജീവികളുണ്ട്, നമ്മൾ നട്ട കുറെ ചെടികളുണ്ട്, നമ്മൾ വളർത്തുന്ന പെറ്റ്സ് ഉണ്ട്, അതെല്ലാം ജീവികളാണ്. പക്ഷെ ഐനാച്ചുറലിസ്റ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വൈൽഡ് ആയിട്ടുള്ള, ഐനാച്ചുറലിസ്റ്റ് ആസ് എ സിറ്റിസൺ സയൻസ് ബയോഡൈവേഴ്സിറ്റി ഡോക്യുമെന്റിംഗ് പ്ലാറ്റ്ഫോം ഉദ്ദേശിക്കുന്നത് വൈൽഡ് ആയിട്ട്, അതായത് മനുഷ്യൻ വളർത്താതെയോ അല്ലെങ്കിൽ പരിപാലിക്കാതെയോ ഉള്ള ജീവികളെ, നമുക്ക് ചുറ്റുമുള്ള ജീവികളെ ഡോക്യുമെന്റ് ചെയ്യുക. അത് എക്കോസിസ്റ്റത്തിൽ അതിന്റെ ഇഫക്റ്റ് എന്താണ്, അത് എക്കോസിസ്റ്റത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അത് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്, അത്തരത്തിലുള്ള റെക്കോർഡിലേക്ക് നയിക്കുന്ന ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഐനാച്ചുറലിസ്റ്റിന്റെ ഉദ്ദേശം, ഉദ്ദേശങ്ങളിൽ ഒന്ന്. അപ്പോ നമ്മൾ അത്തരത്തിലുള്ള ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പെറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ നടുന്ന ചെടികൾ, നട്ട് വളർത്തുന്ന ചെടികൾ, ഗാർഡൻ പ്ലാന്റ്സ്, ഓർണമെന്റൽ പ്ലാന്റ്സ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓർണമെന്റൽ അല്ലാതെ ഇപ്പോ കാട്ടിൽ പോയിട്ട് വരുമ്പോൾ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വരുന്ന ചെടികൾ, അങ്ങനെയുള്ള ചെടി നമ്മൾ തന്നെ നട്ട് വളർത്തുന്ന, അതായത് നാച്ചുറൽ കണ്ടീഷൻസിൽ അല്ലാത്ത എന്ത് ചെടിയും എന്ത് ജീവിയും നമ്മൾ ക്യാപ്റ്റീവ് ഓർ കൾട്ടിവേറ്റഡ് ആയിട്ട് മാർക്ക് ചെയ്യണം. അതിപ്പോ നമ്മുടെ ഒബ്സർവേഷൻ ആണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് മാർക്ക് ചെയ്യുക. പക്ഷെ നിങ്ങൾ ഇനി ഐനാച്ചുറലിസ്റ്റിലൂടെ എന്താണ് പാസ് ചെയ്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ ഐനാച്ചുറലിസ്റ്റിലെ ഒബ്സർവേഷൻസ് നിങ്ങൾ എന്തെങ്കിലും കം അക്രോസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു പക്ഷെ നിങ്ങൾ കാണുമ്പോൾ ഒരു പെറ്റിന്റെ പടമോ അല്ലെങ്കിൽ ഒരു പോട്ടഡ് പ്ലാന്റിന്റെ പടമാണ് കാണുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ക്യാപ്റ്റീവ് ഓർ കൾട്ടിവേറ്റഡ് ആയിട്ട് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കാണിച്ചു തരാം. ഈ ഐനാച്ചുറലിസ്റ്റിൽ ഒരുപാട് പ്രോജക്റ്റുകളും ഉണ്ട്. അതായത് ഇപ്പോ CNC, നമ്മുടെ സിറ്റി നേച്ചർ ചാലഞ്ചിനെ പറ്റി അശ്വിൻ ഇതിന് ശേഷം സംസാരിക്കും. അപ്പൊ സിറ്റി നേച്ചർ ചാലഞ്ച് എന്ന് പറയുന്നത് ഐനാറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു പ്രോജക്റ്റ് ആയിട്ടാണ്. അപ്പൊ ആ പ്രോജക്റ്റിലേക്ക് ഇപ്പൊ നമ്മൾ ഒരു ഒബ്സർവേഷൻ സിറ്റി നേച്ചർ ചാലഞ്ചിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വേറൊരു പ്രോജക്റ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും അവിടെ കാണാം. ഇനി എന്താണ് ഒരു ഒബ്സർവേഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്ത് കണ്ട ഒരു ജീവിയെ നമ്മൾ ഫോട്ടോ എടുക്കുന്നു, അത് ഐനാച്ചുറലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. ആ അപ്ലോഡ് ചെയ്ത ഒബ്സർവേഷൻ ആയിട്ടാണ് അത് ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഡോക്യുമെന്റേഷന്റെ ഒരു യൂണിറ്റ് ആണ്. ആ ഒബ്സർവേഷൻ ഐനാച്ചുറലിസ്റ്റിൽ പബ്ലിക് ആയിട്ട് എന്ത് ഡാറ്റ ആയിട്ടാണ്, എന്ത് ഫോമിലാണ് ഇരിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒബ്സർവേഷൻ എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കിയാൽ ഒരു ഫോട്ടോ കാണും. നമുക്ക് അതിന്റെ ലൈസൻസിങ് ഇവിടെ കാണാം. നമ്മുടെ ഫോട്ടോ എന്താണ്, ലൈസൻസിങ്ങിനെ പറ്റി അറിയാമല്ലോ. അതായത് എന്താണ്, ഇപ്പോ CC/SA, അതായത് ക്രെഡിറ്റ് ഇല്ലാതെയോ അങ്ങനെയാണെന്ന് തോന്നുന്നു, CC/SA, CC/NC, അങ്ങനെയുള്ള പല ഫോട്ടോ ലൈസൻസിങ് ഉണ്ടല്ലോ, കോപ്പിറൈറ്റ് നമ്മുടെ ഇത്.
അപ്പോൾ ആ ലൈസൻസിങ് നമുക്ക് തീരുമാനിക്കാം. പിന്നെ നമ്മുടെ ഒബ്സർവേഷന്റെ ഇവിടെ ഡേറ്റ് കാണാം, നമ്മൾ എപ്പോഴാണ് സബ്മിറ്റ് ചെയ്തതെന്ന് കാണാം, ഏത് സമയത്താണ് സബ്മിറ്റ് ചെയ്തതെന്ന് കാണാം, ഏത് സമയത്താണ് നമ്മൾ ഒബ്സർവ് ചെയ്തതെന്ന് കാണാം, ലൊക്കേഷൻ കാണാം. നമ്മൾ ലൊക്കേഷൻ ജിയോ പ്രൈവസി ഓപ്പൺ ആക്കിയിട്ടാൽ നമുക്ക് ലൊക്കേഷൻ പബ്ലിക് ആയിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഉള്ളത് കമ്മ്യൂണിറ്റി ടാക്സൺ ആണ്. അപ്പോൾ എന്താണ് കമ്മ്യൂണിറ്റി ടാക്സൺ? കമ്മ്യൂണിറ്റി ടാക്സൺ ഒരു ഒബ്സർവേഷനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഒരു ഒബ്സർവേഷൻ വിത്ത് ഡേറ്റ്, ടൈം, ലൊക്കേഷൻ എന്ന് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, ഡേറ്റ്, ടൈം, ലൊക്കേഷൻ, ഫോട്ടോ ഓർ ഓഡിയോ, ഈ 4 ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്ത് നമ്മൾ ഒരു ഒബ്സർവേഷൻ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്സർവേഷൻ ഡീഫോൾട്ട് ആയിട്ട് നീഡ്സ് ID, അതായത് അത് ID അവൈറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ഒബ്സർവേഷൻ ആയിട്ടാണ് വരിക. ആ ഒബ്സർവേഷൻ മറ്റൊരാൾ എഗ്രി ചെയ്യുകയോ അല്ലെങ്കിൽ വേറൊരു ആ ഒബ്സർവേഷൻ മറ്റൊരാൾ എഗ്രി ചെയ്യുകയാണെങ്കിൽ അത് റിസർച്ച് ഗ്രേഡ് ആവും. അതായത് നമ്മൾ ഒബ്സർവ് ചെയ്ത, നമ്മൾ കൊടുത്ത ID ഉണ്ടല്ലോ, ആ ഐഡിയിലുള്ള ആ ID ഒരു സ്പീഷീസ് ലെവൽ ID മറ്റൊരു റിസർച്ചർ അല്ലെങ്കിൽ മറ്റൊരു ഐഡന്റിഫയർ എഗ്രി ചെയ്യുകയാണെങ്കിൽ അത് റിസർച്ച് ഗ്രേഡ് ഒബ്സർവേഷൻ ആയിട്ട് മാറും. ഇപ്പോൾ കമ്മ്യൂണിറ്റി ടാക്സൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒബ്സർവേഷന് തന്നെ 2 ടൈപ്പ് ടാക്സോൺ ടൈപ്പ് ഉണ്ട്. അതായത് ഒബ്സർവേഷൻ ടാക്സോൺ എന്ന് പറയും, രണ്ടാമത്തേതാണ് കമ്മ്യൂണിറ്റി ടാക്സോൺ. ഒബ്സർവേഷൻ ടാക്സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒബ്സർവേഷൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അതിന് ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ID കാണും. അതായത് കമ്മ്യൂണിറ്റിയിലുള്ള മറ്റൊരാൾ കാണാത്തതോ അവർ റിവ്യൂ ചെയ്യാത്തതോ ആയ ഒരു ID കാണും. അത് നമ്മൾ കൊടുക്കുന്നതാണ്, ഒബ്സർവർ എന്ന നിലയ്ക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. അതാണ് ആ ഒബ്സർവേഷന്റെ ഒബ്സർവേഷൻ ടാക്സോൺ. ആ ID അല്ലെങ്കിൽ ആ ഒബ്സർവേഷനിൽ മറ്റൊരു ഒരു ഒരു ഐഡന്റിഫയർ അല്ലെങ്കിൽ ഒരു റിസർച്ചർ അതിനെ റിവ്യൂ ചെയ്ത് അവർ അതിലൊരു സജഷൻ നടത്തി കഴിഞ്ഞാൽ, അതായത് ബേസിക്കലി ഒന്നിൽ കൂടുതൽ ID ആ ഒബ്സർവേഷന് വന്നു കഴിഞ്ഞാൽ ആ ഒബ്സർവേഷന്റെ ടാക്സോൺ അപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്ന ടാക്സോണാണ് നമ്മൾ കമ്മ്യൂണിറ്റി ടാക്സോൺ എന്ന് പറയുന്നത്. അപ്പൊ കമ്മ്യൂണിറ്റി ടാക്സോണിൽ നമ്മൾ കൊടുത്ത സ്പീഷീസ് ലെവലിലുള്ള ഒരു ID മറ്റൊരു മറ്റൊരു ഐഡന്റിഫയർ എഗ്രി ചെയ്യുകയാണെങ്കിൽ അത് റിസർച്ച് ഗ്രേഡ് ആയിട്ട് മാറും. ഇനി അവര് ജീനസ് ലെവലാണ്, അതായത് അതിന് താഴെയുള്ള നമ്മൾ സ്പീഷീസ് കൊടുത്തിട്ട് അവർ അതിന് തൊട്ട് താഴെയുള്ള റാങ്ക് ആയിട്ടുള്ള ജീനസ് ആണ് സജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് അപ്പോഴും നീഡ്സ് ID ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഇതില് നമ്മളിപ്പോ കൊടുത്ത ഐഡന്റിഫിക്കേഷൻ അതല്ല വേറെ ഒരു സ്പീഷീസ് ആണ് എന്ന് ആ ഐഡന്റിഫയർ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു ഡിസഗ്രീയിങ് ID ആയിട്ട് മാറും. അപ്പോൾ ഇത്തരത്തിലാണ് കമ്മ്യൂണിറ്റി ടാക്സോൺ വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അനോട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ അപ്ലോഡ് ചെയ്യുന്ന പ്ലാന്റ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന ജീവികൾ അതിന് പല പല ആട്രിബ്യൂട്ട്സ് കാണുമല്ലേ. അതായത് ഇപ്പോൾ അതൊരു അഡൾട്ട് ആയിരിക്കാം, ചിലപ്പോൾ അതൊരു ലാർവ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ജുവനൈൽ ആയിരിക്കാം, അല്ലെങ്കിൽ അത് എന്താണ് ചിലപ്പോൾ ഡെഡ് ആയിരിക്കാം, എലൈവ് ആയിരിക്കാം. അപ്പൊ അത്തരത്തിലുള്ള ഡാറ്റ, അപ്പൊ ഡാറ്റ നമ്മൾ കുറച്ചുകൂടെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു രീതിയാണ് അനോട്ടേഷനിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഒരു ചെടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പൂവിനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൂത്ത് നിൽക്കുന്ന ചെടി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെടി പൂത്ത് നിൽക്കുകയാണ് എന്ന് നമ്മൾ ഡാറ്റയുടെ രൂപത്തിൽ എങ്ങനെ കാണിക്കും എന്ന് ചോദിച്ചാൽ അതിനാണ് നമ്മൾ അനോട്ടേഷൻ ഉപയോഗിക്കുക. അപ്പോൾ അനോട്ടേഷനിലെ ആട്രിബ്യൂട്ട് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സിൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ചെടി ഫ്ലവർ ചെയ്ത് നിൽക്കുകയാണ് എന്നർത്ഥം. അപ്പം നമുക്ക് ഇതിന്റെ ഉപയോഗം എന്തെന്ന് പറഞ്ഞാൽ ഒരു വേറൊരാൾക്ക് ഒരു സ്പീഷീസിന്റെ ഫ്ലവേഴ്സ് മാത്രമുള്ള ഒബ്സർവേഷൻ വേണമെങ്കിൽ അവർക്ക് ആ രീതിയിൽ അതിനെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ഇത് ഡാറ്റ ക്വാളിറ്റി അസസ്മെന്റ് ആണ്. ഇതില് ഇത്രയും ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ്, ലൊക്കേഷൻ, സൗണ്ട്, ഫോട്ടോ, ID സപ്പോർട്ടഡ് ബൈ 2 or more, ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ്, ലൊക്കേഷൻ ആക്യുറേറ്റ് ആണ്, ഓർഗാനിസം വൈൽഡ് ആണ്, അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള എല്ലാ ക്രൈറ്റീരിയനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞ ഒരു ഒബ്സർവേഷൻ റിസർച്ച് ഗ്രേഡ് ആയിട്ട് മാറും. പിന്നെ അതിനുശേഷം ക്യാപ്റ്റീവ് ഓർ കൾട്ടിവേറ്റഡ് നേരത്തെ പറഞ്ഞു. എന്താണ് പ്ലാന്റഡ് ഓർ മെയിൻറ്റൈൻഡ് ബൈ പീപ്പിൾ. ഒരു ചെടി ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വ്യക്തി നടുകയോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുകയോ ചെയ്തിരിക്കുന്ന ഒരു ചെടി എന്താണ് ക്യാപ്റ്റീവായിട്ട് കൾട്ടിവേറ്റഡ് ആയിട്ട് മാറും. അപ്പൊ ആ ഡാറ്റ ഓട്ടോമാറ്റിക്കലി കാഷ്വൽ ഒബ്സർവേഷൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ആ ഡാറ്റയ്ക്ക് വാല്യൂ കുറവാണ് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ ഐനാച്ചുറലിസ്റ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വൈൽഡ് ആയിട്ടുള്ള ജീവികളെ, വൈൽഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ്, വൈൽഡ് ആയിട്ടുള്ള ആനിമൽസിനെ ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ബയോഡൈവേഴ്സിറ്റി മോണിറ്ററിംഗിലെ എന്താണ് അടിസ്ഥാന തത്വം.
അപ്പോ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോ നമ്മുടെ ചുറ്റും തന്നെ നാച്ചുറൽ ആയിട്ട് ഇവിടെ ഉണ്ടാവാത്ത പല ചെടികളും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലാൻഡന, അല്ലെങ്കിൽ എന്താണ് ആഫ്രിക്കൻ ടൂലിപ്പ് എന്നൊക്കെ പറയുന്ന ചെടികൾ. അപ്പൊ ആ ചെടികൾ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് ഇന്ത്യയിൽ ഉത്ഭവിച്ച ചെടികളല്ല. അത് മനുഷ്യൻ ബൈ ഹ്യൂമൻ മീൻസ് ആണ് ഇവിടെ എത്തിയത്. പക്ഷെ ഇവിടെ അത് നാച്ചുറലൈസ് ആയി കഴിഞ്ഞു. അപ്പൊ പക്ഷെ അത് ഒരു നാച്ചുറൽ കണ്ടീഷൻ ആണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം. എന്നാൽ നാച്ചുറലൈസ്ഡും ആണ്. അപ്പൊ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അത് ഒരിക്കലും കൾട്ടിവേറ്റഡോ ക്യാപ്റ്റീവോ അല്ല. കാരണം അതൊരു നല്ല ഡോക്യുമെന്റേഷൻ ആണ്. നമ്മൾ ഇവിടെ ഒരു ചെടി, ഇവിടെ അല്ലാത്ത ഈ നേറ്റീവ് അല്ലാത്ത ഒരു ചെടി ഇവിടത്തെ കാട്ടിൽ വളരെ നാച്ചുറൽ ആയിട്ട് വളരുന്നു എന്നത് എക്കോസിസ്റ്റത്തിനെ സംബന്ധിച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ആണ്. അപ്പൊ ആ നിലയിൽ നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒബ്സർവേഷൻ ഒരിക്കലും ക്യാപ്റ്റീവോ കൾട്ടിവേറ്റഡോ ആയിട്ട് മാർക്ക് ചെയ്യരുത്. കാരണം ആ ചെടി ഇവിടെ വന്നത് ഹ്യൂമൻ മീൻസിലൂടെ ആണെങ്കിലും അതിന് എക്കോസിസ്റ്റത്തിൽ ഒരു ഇഫക്റ്റ് ഉണ്ടാകുമല്ലോ. അപ്പൊ ആ ഇഫക്റ്റ് പഠിക്കണമെങ്കിൽ ആ ചെടി ഇവിടെ ഉണ്ട് എന്നുള്ള ഡോക്യുമെന്റേഷൻ നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ ആ നിലയിൽ അതൊരിക്കലും ക്യാപ്റ്റീവോ കൾട്ടിവേറ്ററോ ആയിട്ട് മാർക്ക് ചെയ്യരുത്. അപ്പൊ ഇനി ക്യാപ്റ്റീവ് ആനിമൽസിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയെന്നാണ്? പെറ്റ്സ്, സൂ ആനിമൽസ്, ലൈഫ് സ്റ്റോക്ക്, ഇതെല്ലാം ക്യാപ്റ്റീവ് ആയിട്ട് മാർക്ക് ചെയ്യാം. കൾട്ടിവേറ്റഡ് ആയിട്ടുള്ളത് നമ്മൾ പ്ലാന്റ്സിനാണ് പറയുക. എന്താണ്? ഗാർഡനിങ്, സിറ്റി പാർക്ക്, ട്രീസ്. സിറ്റി പാർക്കിലൊക്കെ നട്ടിരിക്കുന്ന ചെടികളൊക്കെ കാണുമല്ലോ. നമുക്ക് ചിലപ്പോൾ തോന്നും അത് നാച്ചുറൽ ആയിട്ട് അവിടെ വന്നതാണെന്ന്. പക്ഷെ മോസ്റ്റ്ലി സിറ്റി പാർക്സിലൊക്കെ ഉള്ള ചെടികളെല്ലാം പ്ലാന്റഡ് ആയിരിക്കാനാണ് സാധ്യത. അപ്പോ വൈൽഡ് ആണ് എന്നതിന്റെ എന്താണ് വൈൽഡ് ആണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാല് എന്താണ് ഒരു ഹ്യൂമൻ ഇന്റർവെൻഷനും ഇല്ലാതെ, അതായത് ഒരു മനുഷ്യൻ നടുകയോ അല്ലെങ്കിൽ പരിപാലിക്കുകയോ ചെയ്യാത്ത ഒരു ഒരു ഓർഗാനിസം ആണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് വൈൽഡ് ആണ്. ആ ഒബ്സർവേഷൻ ആണ് വാലിഡിറ്റി കൂടുതൽ. അപ്പോൾ വൈൽഡ് അല്ലാത്ത എന്ത് ഒബ്സർവേഷൻ നിങ്ങൾ കണ്ടാലും, നിങ്ങൾ ഐനാച്ചുറലിസ്റ്റിലൂടെ നോക്കുമ്പോൾ വൈൽഡ് അല്ലാത്ത ഏത് ഒബ്സർവേഷൻ കണ്ടാലും നിങ്ങൾക്ക് അതിനെ ക്യാപ്റ്റീവോ കൾട്ടിവേറ്റഡോ ആയിട്ട് മറ്റൊരു ഒബ്സർവർക്ക്, മറ്റൊരു ഐഡന്റിഫയർക്ക് അത് മാർക്ക് ചെയ്യാനുള്ള സാധ്യത ഐനാച്ചുറലിസ്റ്റിലുണ്ട്. അതെങ്ങനെയെന്ന് നോക്കിയാൽ, ഇപ്പോൾ നിങ്ങൾ തന്നെയാണ് ഒബ്സർവ് ചെയ്യുന്നത്, നിങ്ങൾ തന്നെയാണ് ഒരു ക്യാപ്റ്റീവ് അല്ലെങ്കിൽ കൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിയുടെ ഒബ്സർവേഷൻ അപ്ലോഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് മാർക്ക് ചെയ്യാം. അല്ല, നിങ്ങൾ മറ്റൊരാളുടെ ഒബ്സർവേഷൻ ആണ് കാണുന്നത്, മറ്റൊരാൾ ചെടികൾ നട്ടുവെച്ച ഒരു ചെടിയുടെ പടം അപ്ലോഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫയർ ടാബ്, ആ ഐഡന്റിഫിക്കേഷനെ പറ്റി ഇനി ഞാൻ പറയുന്നുണ്ട്. ഐഡന്റിഫയർ ടാബിൽ ക്യാപ്റ്റീവ് ഓർ കൾട്ടിവേറ്റഡ് എന്ന് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒബ്സർവേഷനിലേക്ക് ചെന്നിട്ട് ഓർഗാനിസം ഈസ് വൈൽഡ് എന്ന DQA, ഡാറ്റ ക്വാളിറ്റി അസസ്മെന്റ്, ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഓർഗാനിസം വൈൽഡ് അല്ല എന്ന് അപ്പൊ ഓർഗാനിസം വൈൽഡ് ആണ് എന്ന അസംഷനെ നമ്മൾ തിരുത്തുന്നു. ഓർഗാനിസം വൈൽഡ് അല്ല എന്ന് ഫോട്ടോഗ്രാഫിക്കലി നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ അത് ഡാറ്റ ആയിട്ട് രേഖപ്പെടുത്തി വെക്കുക. ഇനി ഐഡന്റിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഐനാച്ചുറലിസ്റ്റില് ഡാറ്റ അപ്ലോഡ് ചെയ്ത് ഡാറ്റ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. ഇനി ഐനാച്ചുറലിസ്റ്റിൽ അല്ലെങ്കിൽ സിറ്റിസൺ സയൻസിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാർഗം ഡാറ്റ അപ്ലോഡിങ്ങോ അല്ലെങ്കിൽ ഒബ്സർവേഷനോ അല്ല. നമുക്ക് ഉള്ള ഒബ്സർവേഷൻസിനെ നമ്മുടെ സ്കിൽ ഉപയോഗിച്ച് റിഫൈൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതാണ് അവിടെയാണ് ഐഡന്റിഫിക്കേഷന്റെ പ്രസക്തി. ഇപ്പോ നിങ്ങൾ പലർക്കും പല ഫീൽഡ് ഓഫ് ഏരിയാസിലും എക്സ്പെർട്ടീസ് ആണ്. ചിലപ്പോൾ ചിലർക്ക് ബട്ടർഫ്ലൈസിനെ ID ചെയ്യാൻ സാധിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ മോത്സിന് എക്സ്പെർട്ടീസ് ഉള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ബേർഡ്സിൽ എക്സ്പെർട്ടീസ് ഉള്ളവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫീൽഡ് ഓഫ് ഏരിയയിൽ, ഈ ടാക്സോണിൽ, ഒരു ബേർഡ്സ് എന്ന് പറയുന്ന ഒരു ബ്രോഡ് ടാക്സോണിലോ ബട്ടർഫ്ലൈസ് എന്ന് പറയുന്ന ഒരു ബ്രോഡ് ടാക്സോണിലോ എക്സ്പെർട്ടീസ് ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് സിറ്റിസൺ സയൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസരമാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഐഡന്റിഫിക്കേഷനിലേക്ക് ഐഡന്റിഫിക്കേഷൻ മോസ്റ്റ്ലി നമുക്ക് ഡെസ്ക്ടോപ്പിലാണ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ആപ്പിൽ ആ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഫോണിൽ തന്നെ ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ഐഡന്റിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഈ ഏറ്റവും മേളിലാണ് കാണുന്നത്. ഐഡന്റിഫൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ടാബ് ഉണ്ട്. അപ്പൊ ഈ ടാബിൽ ഇവിടെ സെർച്ച് സ്പീഷീസ് എന്നതിൽ നിങ്ങളുടെ എക്സ്പെർട്ടീസ് എന്താണ്. ഇപ്പൊ നിങ്ങൾക്ക് ബേർഡ്സ് ആണ് അറിയാവുന്നതെങ്കിൽ ബേർഡ്സ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പം ക്ലാസ് ഏവ്സ് എന്നുള്ള ടാക്സോൺ ഫിൽട്ടർ ആയിട്ട് വരും.
അല്ലെങ്കിൽ ഇനി ബേർഡ്സ്, ബട്ടർഫ്ലൈസ്, അങ്ങനെ എന്ത് ടാക്സോൺ വേണമെങ്കിലും നമുക്ക് അവിടെ കൊടുക്കാം. ഇനി ഏത് സ്ഥലത്താണ്, ഇപ്പോൾ നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ ബേർഡ്സിനെ അറിയുന്നുണ്ടാവില്ല, ഇന്ത്യയിലെ ബേർഡ്സിലാണ് നിങ്ങൾക്ക് എക്സ്പെർട്ടീസ് എങ്കിൽ ഇന്ത്യ എന്ന് കൊടുക്കും. അപ്പോൾ ഇന്ത്യയിലുള്ള ബേർഡ് ഒബ്സർവേഷൻസ്, ID, കൺഫർമേഷൻ, പെൻഡിങ് ആയി കിടക്കുന്ന ബേർഡ്സ് ഒബ്സർവേഷൻ എല്ലാം ലിസ്റ്റ് ചെയ്ത് തരിക. അപ്പൊ നമുക്ക് ആ ഓരോ ഒബ്സർവേഷനിലൂടെ കടന്നു പോയിട്ട് നമ്മുടെ അഭിപ്രായം അവിടെ ID ആയിട്ട്, ഡിസഗ്രിമെന്റ് ആയിട്ടോ അത് എഗ്രിമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് കോമന്റ്സ് ആയിട്ടോ എന്തായിട്ട് വേണമെങ്കിലും രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട്. അപ്പൊ അതാണ് ഐഡന്റിഫിക്കേഷനെ പറ്റി. ഇനി ഐനാച്ചുറലിസ്റ്റിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ ഐനാച്ചുറലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ്, ഐനാച്ചുറലിസ്റ്റ് സിറ്റിസൺ സയൻസിലുള്ള ഇമ്പാക്ട്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതും കൂടെയുണ്ട്. അതായത് എത്ര പോപ്പുലർ ആണ് ഐനാറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ വേൾഡിലെ ടോട്ടൽ ഒബ്സർവേഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എണ്ണി നോക്കാൻ പറ്റുന്നുണ്ട്. 23 കോടി അല്ലെ, 23,31,606 ഒബ്സർവേഷൻസ് ആണ് വേൾഡ് വൈഡ് ഇന്ന് വരെ ഐനാച്ചുറലിസ്റ്റിൽ ഉള്ളത്. അപ്പോ അത്രമാത്രം ഹെവി ആയിട്ട്, അത്രമാത്രം ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡാറ്റ സെറ്റ് ആണ് ഐനാച്ചുറലിസ്റ്റിൽ ഇന്നേ വരെ, നാളിതുവരെയുള്ള നമ്മുടെ ഒബ്സർവേഷൻസിലൂടെ ഐനാറ്റിലുള്ളത്. അപ്പൊ ഈ ഒബ്സർവേഷൻ, ഈ ഡാറ്റാബേസ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം അത് എന്തുകൊണ്ടാണ്, എന്താണ് അതിന്റെ ഗുണമെന്ന് ഇനിയുള്ള സ്ലൈഡ്സിൽ പറയുന്നത്. നമ്മൾ കേരളം എന്ന നിലയിൽ കേരളത്തിൽ നിന്ന് എത്ര ഒബ്സർവേഷൻസ് ഉണ്ടെന്ന് നോക്കിയാൽ 4,83,480 ഒബ്സർവേഷൻസ് ആണ് ഇതുവരെ. ഞാൻ ഈ സെഷൻ ഒരു 7 മണിക്ക് മുന്നേ വരെ ഉണ്ടായിരുന്നത്. അപ്പോ കേരളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒബ്സർവേഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടേത്. കാരണം നമുക്ക് 4,83,000 ഉണ്ട്. നമ്മുടെ തൊട്ട് പിന്നിൽ മഹാരാഷ്ട്ര 4,50,000 ആ റേഞ്ചിലാണ് ഉള്ളത്. അപ്പോൾ കേരളമാണ് കറന്റ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഒബ്സർവേഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ഇനിയും ഗ്രോ ചെയ്യേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള സിറ്റി നേച്ചർ ചാലഞ്ച് അല്ലെങ്കിൽ ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേർഡ് കൗണ്ട്, അത്തരത്തിലുള്ള പല പല സിറ്റിസൺ സയൻസ് ഈവന്റ്സ്, ബയോ ബ്ലിറ്റ്സുകളൊക്കെ നടത്തുന്നത്. എന്തിനാണ്, വൈ ഓൾ ദിസ്? എന്തുകൊണ്ട് നമ്മൾ ഐനാച്ചുറലിസ്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം? എന്തുകൊണ്ടാണ്? അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് ഒബ്സർവേഷൻസ് അപ്ലോഡ് ചെയ്യുന്നു, ഐഡന്റിഫിക്കേഷൻ നടത്തുന്നു, എന്താണ് ഇതിന്റെ എല്ലാം ഗുണം? അല്ലെ, നമുക്ക് എന്ത് ഗുണം, സമൂഹത്തിന് എന്ത് ഗുണം? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പം ആദ്യം നമുക്ക് എന്ത് ഗുണം എന്ന് പറയാം. ഇപ്പോ നമ്മള് ഐനാച്ചുറലിസ്റ്റ് നോക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഐനാച്ചുറലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നമ്മൾ കൂടുതൽ ഒബ്സർവ് ചെയ്യുകയാണ് നേച്ചറിനെ, അല്ലെ, നമ്മൾ പ്രകൃതിയുമായിട്ട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അത്തരത്തിൽ ഒരു അവബോധം, അതായത് ഇപ്പോ ഞാൻ പറയാം, ഒരു കരിക്കുലത്തിലൂടെ ഒരു കുട്ടിയിലേക്കോ അല്ലെങ്കിൽ വ്യക്തികളിലേക്ക് നോളജ് ഇമ്പാർട്ട് ചെയ്യുന്നതിനേക്കാളും എഫിഷ്യന്റ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസിലൂടെ കൊടുക്കുന്നത് തന്നെയാണ്. അപ്പോ ഐനാച്ചുറലിസ്റ്റിലൂടെ എന്ന് പറയുമ്പോഴത്തേക്കും ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ നേച്ചർ അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി, നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയുടെ ആ വൈവിധ്യം എന്ന് പറയുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു കുട്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി ഒരിക്കലും പ്രകൃതിയെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രകൃതിയെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ എക്കോസിസ്റ്റം നശിപ്പിക്കാനോ ഒരു ജീവിയെ ദ്രോഹിക്കാനോ ഉള്ള ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടില്ല, അല്ലെ? കാരണം അതൊരു ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട്, ഒരു ഇൻറ്റ്യൂഷൻ ആയിട്ട് നമ്മൾ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് പേഴ്സണലി നമുക്ക് എന്താണ് ഐനാച്ചുറലിസ്റ്റ് പോലെയുള്ള സിറ്റിസൺ സയൻസ് പ്ലാറ്റ്ഫോംസ് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. ഇനി സമൂഹത്തിന് അല്ലെങ്കിൽ ലോകത്തിന് എന്ത് ഗുണമാണുള്ളതെന്ന് ചോദിച്ചാല് റീസെർച്ച്, അതായത് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഡാറ്റ കൊണ്ട് ലോകത്തിലെ ശാസ്ത്രം വളരുകയാണ്. ഇപ്പൊ ശാസ്ത്രം വളരുന്നത്, ശാസ്ത്രം മനുഷ്യരാശിക്കുള്ളതാണ്, മനുഷ്യരാശിയുടെ പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് ശാസ്ത്രം. അപ്പം ശാസ്ത്രത്തിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അപ്പൊ സിറ്റിസൺ സയൻസ് അല്ലെങ്കിൽ ഐനാച്ചുറലിസ്റ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോംസിലൂടെ സാധ്യമാവുന്ന സിറ്റിസൺ സയൻസിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ ചെയ്യുന്നത് സയൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോ 2024 ജനുവരി വരെയുള്ള കണക്കുകൾ പ്രകാരം 4000-ഓളം റിസർച്ച് പേപ്പേഴ്സ് ആണ് നമ്മുടെ ഐനാച്ചുറലിസ്റ്റിലെ റിസർച്ച് ഗ്രേഡ് ഒബ്സർവേഷൻസ് വഴി
റീസെർച്ച് ഗ്രേഡ് ഒബ്സർവേഷൻ സൈറ്റ് ചെയ്തുകൊണ്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 4000-ഓളം. അപ്പൊ ഐനാച്ചുറലിസ്റ്റിൽ പിന്നെയും ഉണ്ട് നമ്മുടെ പല പല ടാക്സോണുകൾ. ഇപ്പൊ നമ്മൾ കാണുന്ന പല ചെടികളും ഒരുപക്ഷെ അത് ഒരു ഫസ്റ്റ് റെക്കോർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ശാസ്ത്രത്തിലേക്ക് ഒരു പുതിയ സംഭാവനയായിരിക്കാം. ഇതുവരെ ആരും റെക്കോർഡ് ചെയ്യപ്പെടാത്ത ശാസ്ത്രത്തിന് പുതിയതായ ഒരു ചെടിയായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള പല പല ഒബ്സർവേഷൻസും അതിനതിൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ചുറ്റും കാണുന്ന ചെടികളും ജന്തുക്കളെയും കുറിച്ചുള്ള റെക്കോർഡ്സ്, അതിനെ പറ്റിയുള്ള അറിവുകൾ ഇവിടെ തന്നെ കണ്ടെയ്ൻ ചെയ്യാതെ ലോകത്തിലേക്ക് നമ്മൾ പ്രക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ഐനാച്ചുറലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഐനാച്ചുറലിസ്റ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന റീസെർച്ച് ഗ്രേഡ് ഒബ്സർവേഷൻസ് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഇൻഫർമേഷൻ ഫെസിലിറ്റി GBIF എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ബൈ ഡിഫോൾട്ട് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ GBIF ആണ് റിസർച്ചേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മുടെ റീസെർച്ചിനും ബാക്കിയുള്ള ആർട്ടിക്കിൾസ് എഴുതാനും എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഐനാച്ചുറലിസ്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും വേൾഡിലുള്ള സയന്റിഫിക് ഡാറ്റ സെറ്റിലേക്കാണ് ആ കോൺട്രിബ്യൂഷൻ എന്ന് പ്രത്യേകം മനസ്സിലാക്കാം. അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും അതിനായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾ ചിലപ്പം ദിവസവും നടന്നു പോകുന്ന വഴിയിൽ കാണുന്ന ഒരു ചെടി, അത് ചിലപ്പോൾ ശാസ്ത്രത്തിന് ഒരു പുതിയ സംഭാവനയായിരിക്കാം. അപ്പോൾ അത് പക്ഷെ നമ്മൾ അറിയുന്നുണ്ടാവില്ല. അപ്പൊ ആ അറിവ് സാധ്യമാക്കുന്ന ഒരു ചാനൽ എന്നുള്ള നിലയ്ക്ക് ഐനാച്ചുറലിസ്റ്റ് പോലെയുള്ള മറ്റ് പല പ്ലാറ്റ്ഫോമുകളുണ്ട്. ഐനാച്ചുറലിസ്റ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോംസിനുള്ള പങ്കെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എന്താ തള്ളിക്കളയാനാവുന്നതല്ല. സോ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത് സിറ്റി നേച്ചർ ചാലഞ്ച് എന്ന നമ്മുടെ ഈവെന്റിനെ പറ്റി അശ്വിൻ സംസാരിക്കുന്നതായിരിക്കും. താങ്ക് യു. ഓക്കെ, സംശയങ്ങൾ ഇപ്പോൾ എടുക്കണോ അതോ അവസാനം മതിയോ? ഡൗട്ട് അവസാനം എടുത്ത പോലെ. അവസാനം, yeah. ഓക്കെ ഓക്കെ. അതല്ലേ കാണാലോ അല്ലേ? ഓക്കെ, കാണാം. ഗ്രേറ്റ്. കാണാം. സോ ഞാൻ എൻ്റെ മലയാളം അത്രയ്ക്ക് ഫ്ലുവൻ്റ് അല്ല, ബട്ട് പറ്റുന്ന പോലെ നോക്കാം. സോ എൻ്റെ പേര് അശ്വിൻ. ഞാൻ ഇത്തവണ കേരള സ്റ്റിയറിംഗ് ടീമിൻ്റെ കൂടെ എഫേർട്സ് ലീഡ് ചെയ്യുന്നതാണ്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ നാഷണൽ ടീമിലും കൂടെ ഉണ്ട്. സോ ഫുൾ ഇന്ത്യ അക്രോസ് സിറ്റി നേച്ചർ ചാലഞ്ച് പ്രൊമോട്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഐ ആം വൺ ഓഫ് ദ മെമ്പേഴ്സ് ദെയർ. സോ അധികം നീട്ടാനില്ല, ബിക്കോസ് മേജർ പാർട്ട് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പ്രണവ് പറഞ്ഞു കഴിഞ്ഞു അബൌട്ട് ഐനാച്ചുറലിസ്റ്റ് എന്താണ്, അതിൽ എന്തൊക്കെ നടക്കുന്നത്, എങ്ങനെയൊക്കെ ചെയ്യണം, പ്രിറ്റി മച്ച് എല്ലാ ഏരിയാസും കവർ ചെയ്തു. ഇത് മെയിൻലി ഉദ്ദേശിക്കുന്നത് നേച്ചർ ചാലഞ്ച് എന്താണ്, ഇവിടെ നടക്കുന്നത് എന്താണ്, ബേസിക് കാര്യം മാത്രമാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ സിറ്റി നേച്ചർ ചാലഞ്ച് എന്ന് പറഞ്ഞ ഒരു ചാലഞ്ചാണ്. അപ്പം ഇത് തുടങ്ങിയത് സമയത്ത് ആകെ 2 സിറ്റീസ് ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം അമേരിക്ക, അവിടെ സാൻ ഫ്രാൻസിസ്കോ, പിന്നെ ലോസ് ആഞ്ചലസ്. അവിടെ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇവർ തമ്മിലായിട്ട് ഒരു കോമ്പറ്റീഷൻ പോലെയാണ് തുടങ്ങിയത്. അന്ന് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് എപ്പിസോഡിൽ ഒരു 1000 പീപ്പിൾസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് 2544 സ്പീഷീസ് അന്ന് കണ്ടെത്തി. ഇത് ആണ് മാപ്പ്. അന്ന് അതിന് ശേഷം അടുത്ത വർഷം 2017 ഓൾമോസ്റ്റ് 16 സിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു, US ബേസ്ഡ് ആയിട്ട്. പിന്നെ അത് ഇവൻച്വലി 2018 വന്നപ്പം ഇന്റർനാഷണലി എല്ലായിടത്തേക്കും പോയി തുടങ്ങി. അത്യാവശ്യം വലിയ സ്പ്രെഡ് ഉണ്ടായില്ല, ബട്ട് സ്റ്റിൽ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നമുക്ക് മുംബൈ, ബോംബെ അങ്ങനത്തെ ഏരിയയിലൊക്കെ പാർട്ടിസിപ്പേഷൻ വന്നിരുന്നു. പിന്നെ വന്ന നമ്മുടെ 2023 കോവിഡിന്റെ സമയത്തും പോസ്റ്റുമായിട്ട് നമുക്ക് അത്യാവശ്യം സ്പ്രെഡ് വന്നു. ഇന്ത്യയിൽ ഒരു 40-50 സിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിൽ നമുക്ക് വി എക്സ്പാൻഡഡ് ഫ്രോം ബിഗിനിങ് ടു ഓൾമോസ്റ്റ് 66,000 പീപ്പിൾ ആൻഡ് 57,000 സ്പീഷീസ് റെക്കോർഡ് ചെയ്തു. 57,000 സ്പീഷീസ് പറഞ്ഞ നിസ്സാര നമ്പർ അല്ല, നല്ലൊരു നമ്പറാണ്. സോ ഇത് ഇന്ന് വരയ്ക്ക് 23 വരയ്ക്കുള്ള സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാം. അതായത് 2 സിറ്റിയിൽ നിന്ന് നമുക്കിപ്പോൾ 482 സിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അക്രോസ് കൺട്രീസ്.
23 വരയ്ക്ക് നമുക്ക് 46 കൺട്രീസ് ആയിരുന്നു. അതിൽ 1.9 മില്യൺ ഒബ്സർവേഷൻസ്, അത്രയും ഒബ്സർവേഷൻസ് വന്നു. സ്പീഷീസ് നോക്കുകയാണെങ്കിൽ അതിലും നല്ല ഇൻക്രീസ് വന്നിട്ടുണ്ട്. 57,200 സ്പീഷീസ്. ഇത് നമുക്ക് ഇനി എക്സ്പാൻഡ് ചെയ്യാം. കാരണം ഒബ്വിയസ്ലി കേരളം എന്ന് പറയുന്നത് ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് വരുന്ന ഒരു ഏരിയയിലാണ്. അപ്പോൾ നമുക്ക് മേക്ക് ഷുവർ ചെയ്യാം, അതായത് നമ്മുടെ സൈഡിൽ നിന്ന് വരുന്ന ഡേറ്റാസ് ഇല്ലേ, ഈ നമ്മുടെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് വരുന്ന ഡേറ്റാസ് pretty much നമുക്ക് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വി can make sure that there is constant uploading of all the data resources that we can find here. എന്നാലും നമുക്ക് ശാസ്ത്രത്തിന് ഗ്ലോബലി നമുക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതാണ് നമ്മുടെ 23-ലും 24-ലും സ്റ്റാറ്റസ്. അപ്പോൾ CNC 23-ല് നമുക്ക് കുറച്ച് സിറ്റീസ് ഉണ്ടായുള്ളൂ നടത്തേണ്ടത്. ബട്ട് ലാസ്റ്റ് ഇയർ നമുക്ക് 24-ല് നല്ലൊരു എമൗണ്ട് ഓഫ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായി. പിന്നെ സെക്കൻഡ് 24-ൽ നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അനോട്ടേഷൻസ് ഒന്ന് നോക്കാമോ? സോറി. റൈറ്റ്. So Yeah, CNC please, I request all the people, participants not to annotate. Thank you. Second. Okay, fine. Yeah. Sorry, please. ഒന്ന് നോക്കണേ. Right. Okay, so that is about 2024. നല്ല നമുക്ക് കേരളം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നല്ല ഹോട്ട്സ്പോട്ട്, ഐ മീൻ ഹോട്ട്സ്പോട്ട് അല്ല, ഇത്തരം സിറ്റീസാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. സോ ലാസ്റ്റ് ടൈം കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ് വൺ ഓഫ് ദ ലീഡിങ് അപ്ലോഡേഴ്സ്, അല്ലെങ്കിൽ ഒരു ലീഡിങ് സ്റ്റേറ്റ് ആയിരുന്നു ഫോർ അപ്ലോഡിങ് ലോട്ട് ഓഫ് ഒബ്സർവേഷൻസ്. അപ്പോൾ ഇത്തവണ നമുക്ക് കുറച്ചും കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് നമുക്ക് ഒരു എയിം വെക്കാം. സോ ഋതുൽ വിജയ് ഒന്ന് നോക്കുന്നേ പ്ലീസ്. റൈറ്റ്. ഓക്കെ, ഗോയിങ് ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. സിറ്റി നേച്ചർ ചാലഞ്ചിനെ പറ്റിയിട്ട് പറഞ്ഞു ബേസിക്കലി. അപ്പം ഇത് നമുക്ക് പല പല കൺട്രീസിലായിട്ട് പല പല ഏരിയാസിൽ ബീറ്റ് ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റ്സ് ഡിഫറെൻറ്റ് ടൈമിലൊക്കെ ആയിട്ട് എല്ലാവരും ചെയ്തിരുന്നു. ജസ്റ്റ് ഒരു ഗ്ലിംസ് ആണ് പല പല ഏരിയയിൽ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പം ഇത് നമുക്ക് ലീഡർ ബോർഡാണ്. നമുക്ക് ഓരോ പ്രോജക്റ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് സിറ്റി നേച്ചർ ചാലഞ്ച് എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ നമുക്ക് കഴിഞ്ഞ വർഷം 23-ല് ഉണ്ടായിരുന്ന സമയത്തുള്ള ലീഡർ ബോർഡ്സ് ആണ്. നമുക്ക് കാണാൻ പറ്റും ഇത്ര ഒബ്സർവേഷൻസ് മെയിൻ ചെയ്തു, ഇത്ര സ്പീഷീസ് ഉണ്ടായിരുന്നു, ഇത്ര ഐഡന്റിഫയേഴ്സ് ഉണ്ട്, ഇത്ര ഒബ്സർവേഴ്സ് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ സിറ്റി നേച്ചർ ചാലഞ്ചിനെ പറ്റിയിട്ട് പറയാം. സെക്കൻഡ്. റൈറ്റ്. സോറി. അപ്പോൾ ഇത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ ലോക്കലായിട്ടുള്ള കാണുന്ന നേച്ചറായിട്ട് കണക്ട് ചെയ്യാനാണ്. ഇത് പ്രണവ് പറഞ്ഞിരുന്നു ഓൾറെഡി. നമ്മൾ വഴി കൂടെ പോകുമ്പോൾ കാണുന്ന എല്ലാ ആനിമൽസ് ആയാലും പ്ലാന്റ്സ് ആയാലും നമുക്ക് കുറേ എണ്ണം നമുക്കറിയാത്തതുണ്ടാവും. അതുപോലെ ഇറ്റ് ക്യാൻ ബി ദാറ്റ് ആ പ്ലാന്റ് നമുക്ക് സയൻസിനെ അറിഞ്ഞുകൂടാ എന്ന് വരെ വരാം. അതുപോലെ നമുക്ക് കുറേ ഒബ്സർവേഷൻസ് ഉണ്ട്, അതായത് നമുക്ക് പേപ്പറുകളിലോ അല്ലെങ്കിൽ ലിറ്ററേച്ചറിലോ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഫോട്ടോ ഡോക്യുമെന്റ് ആയിട്ട് എല്ലാ കയ്യിൽ, അല്ലെങ്കിൽ ഇതിന്റെ സൈറ്റിങ്സ് കുറവായിരിക്കും. നമുക്ക് പറയാൻ പറ്റത്തില്ല, നമ്മൾ എടുത്ത് വന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ആൾക്കാരെ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കൺസർവേഷൻ, ലവ് ഫോർ നേച്ചർ എല്ലാം ഇൻകൾക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞതായിട്ട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യാൻ പറ്റും. നമുക്ക് ഐനാറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്രൂപ്പുകളുണ്ട്, നമുക്ക് കമ്മ്യൂണിറ്റീസും ഉണ്ട്, നമുക്ക് ഇന്ത്യ ലെവലിലും ഉണ്ട്, ഇന്റർനാഷണൽ ലെവലിലും ഉണ്ട്. അപ്പം ഇപ്പം ഞാൻ ഇതിൽ പാർട്ടായിട്ട് കുറച്ചായി. ഇപ്പം എനിക്ക് ഇന്ത്യ അക്രോസ് എല്ലാ അത്യാവശ്യം അതിനകത്തുള്ള യൂസ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്നവരും എല്ലാവരുമായിട്ട് കണക്ഷൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്കും കണക്ഷൻസ് വരും. നിങ്ങൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഐഡന്റിഫൈ ചെയ്യുന്നവരുണ്ട്, നിങ്ങൾക്ക് ID തരുന്നവരുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് അയച്ച് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബേസിക്കലി നിങ്ങൾക്ക് ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യാൻ പറ്റും. അത് കൂടാതെ നിങ്ങൾക്ക് നേച്ചർ വാക്കിനായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റും. ലോക്കലി അതുപോലെ നമ്മൾ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുന്നില്ലേ, ഇതുപോലെ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് CNC സമയത്ത് വിൽ ട്രൈ ദാറ്റ് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിലായിട്ട് വോക്കും സെഷൻസ് നടത്താന്നുള്ളത്. ബട്ട് ദാറ്റ് ഈസ് വൺ ആസ്പെക്ട് ഓഫ് ഇറ്റ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർബൻ ബയോഡൈവേഴ്സിറ്റി ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത് അത് നമ്മൾ നേരത്തെ കവർ ചെയ്തായിരുന്നു, പ്രണവ് പറഞ്ഞിരുന്നു. നമ്മൾ സയന്റിസ്റ്റിനും റിസർച്ച്, അതായത് ബയോഡൈവേഴ്സിറ്റി റിസർച്ച്, കൺസർവേഷൻ ആക്ടിവിറ്റീസ് എല്ലാത്തിനും വേണ്ടിയാണ് നമ്മൾ ഡേറ്റ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നാളെ എന്തെങ്കിലും കേസ് വരികയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണ് ഫോർ ഇക്കോസിസ്റ്റം, എന്തെങ്കിലും പ്രശ്നത്തിലാവണം, എന്തെങ്കിലും ഇഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ വിൽ ഹാവ് എ സ്റ്റഡി ഡേറ്റ ദാറ്റ് ഓക്കെ ഇത്ര സ്പീഷീസ് ഇത്ര സ്ഥലത്തുണ്ട്,
ഇത്രയും മാഗ്നിറ്റ്യൂഡിൽ അതിനകത്ത് ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, അപ്പോൾ അത് നശിപ്പിക്കരുത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ ഈ ബേർഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ടോട്ടൽ ഡേറ്റ ഉണ്ട്. അപ്പം നമുക്ക് എപ്പോഴെങ്കിലും റിസർച്ചിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറ്റ്സ് ഫ്രീ ടു യൂസ്, നമുക്ക് വേണമെങ്കിൽ എടുത്തിട്ട് ചെയ്യാം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളണ്ടിയർ ബയോഡൈവേഴ്സിറ്റി ഡോക്യുമെന്റേഷൻ ഗ്ലോബലി, ഇതും ആകെ നേരത്തെ പറഞ്ഞതിൻ്റെ റിലേറ്റഡ് ആണ്. നമുക്ക് ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യാം. അപ്പോൾ അതിൽ ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ അത് മാത്രമല്ല നമ്മളും പഠിക്കും എന്താണ് പ്ലാൻ. ഇപ്പോൾ പ്ലാന്റ്സ് ആണ്, ഏതാണ് പ്ലാന്റ്, ഏത് ഇൻസെക്റ്റ് ആണ്, ഏതാണ് നമ്മൾ തന്നെ ഐഡന്റിഫിക്കേഷൻ പഠിക്കും. നമ്മൾ തന്നെ വിൽ ഹാവ് എൻ അപ്രീസിയേഷൻ ടു ദ ഓർഗാനിസം ദാറ്റ് വി സീ ഡേ ടു ഡേ ലൈഫ്. അപ്പം അത് അതിനെ പറ്റിയിട്ടാണ്. പിന്നെ ഒരു ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ പോലെ, നമുക്ക് കോമ്പറ്റീഷൻ വെച്ചാൽ അത്ര കോമ്പറ്റേറ്റീവ് ആയിട്ട് എടുക്കണ്ട, ബട്ട് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ. നമ്മൾ CNC ലാസ്റ്റ് ടൈം ചെയ്തപ്പം ഡിസ്ട്രിക്ട് വൈസ് ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പം നമുക്ക് ഇന്റർ ഡിസ്ട്രിക്ട് ആയിട്ട് ഒരു കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ കേരളം മൊത്തമാണ് എടുക്കുന്നത്, ഒരു സിറ്റി പോലെ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഇന്ത്യയിൽ ബാക്കി ഏരിയാസ് ഉണ്ട്, എസ്പെഷ്യലി നമുക്ക് ഹൈദരാബാദ് നമുക്ക് ലാസ്റ്റ് ടൈം വേൾഡ് ലീഡർ ബോർഡ്സിൽ കയറി പറ്റിയിരുന്നു. അതുപോലെ നമുക്ക് അഹമ്മദാബാദ് കയറിയിരുന്നു, ഡൽഹി കയറിയിരുന്നു. അപ്പൊ അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ നമുക്ക് ഇവിടെ എയിം ചെയ്യാം ദാറ്റ് അവരെക്കാട്ടിലും കുറച്ചും കൂടെ നമുക്ക് അത്യാവശ്യം ഒബ്സർവേഷൻസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ലീഡർ ബോർഡിൽ കയറാം എന്നുള്ളത്. അപ്പം അതാണ് നമ്മുടെ ജസ്റ്റ് ഓൺ ബ്രീഫ് ഓഫ് കാര്യങ്ങൾ. പിന്നെ ഇത് ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു സിറ്റി നേച്ചർ ചാലഞ്ചിനെ പറ്റിയിട്ട്. അതായത് ഇത് നടത്തിയതിന് ശേഷം ഒരു റിസൾട്ട് എന്താന്നുള്ളത്. മാനോ ഒന്ന് ഹോൾഡ് ചെയ്യണേ പ്ലീസ്. റൈറ്റ്, താങ്ക് യു. സോ നമ്മൾ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ലേണിംഗ്, അതായത് CNC അല്ലെങ്കിൽ ഇതുപോലെ ഐനാറ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മേജർ അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മൾ പഠിക്കും. നമ്മൾ ഈ കാണുന്ന ചെടി ഏതാണ്, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, നമ്മൾ അപ്രീസിയേഷൻ ടു നേച്ചർ സ്റ്റാർട്ട്സ് ഇൻക്രീസിങ്. പിന്നെ നമ്മൾ പഠിച്ച് തുടങ്ങുന്നിട്ട് ആ ടാക്സ് കയറി നമ്മൾ ബട്ടർഫ്ലൈ ഫുൾ നോക്കും, പിന്നെ ബേർഡ്സ് നോക്കും. അങ്ങനെ നമുക്ക് മൊത്തം കമ്മ്യൂണിറ്റി, നിങ്ങൾ എവിടെ നിൽക്കും, നിങ്ങളുടെ വീട്ടിലെ ചുറ്റുപാട് എന്തൊക്കെയുണ്ടെന്നുള്ളത് നിങ്ങൾ പഠിക്കും. വിൽ ഹാവ് എൻ അപ്രീസിയേഷൻ ടുവേർഡ്സ് ദ. അതുപോലെ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഹെൽപ്പിംഗ് ദി എൻവയറമെന്റ്, പുതിയ പ്ലേസസ്. ബേർഡിങ് ചെയ്യുന്നവർക്ക് എന്തായാലും അറിയാം, ഇത് ബേർഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രം പല പ്ലേസുകളിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അതുപോലെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങും. പിന്നെ ഫിസിക്കൽ ആസ്പെക്ട്, പഠിപ്പിക്കുന്ന ഒരു കാര്യം പ്രണവ് പറഞ്ഞിരുന്നു. അതായത് ദിസ് ഇസ് ലൈക്ക് ദ ബെസ്റ്റ് മെത്തേഡ് ടു ടീച്ച് എ സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു യങ് ജനറേഷൻ നേച്ചർ എന്താണ്, അതിൽ എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ. ബുക്കും പേപ്പറും ഫോട്ടോഗ്രാഫ്സും അല്ലാതെ റിയൽ ലൈഫിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡും കൂടിയാണ് അതിനകത്തും. അത് കൂടെ നമുക്ക് ഇങ്ങനെ വോക്കൊക്കെ നടത്തി ബേസിക്കലി ഒരു ഫിസിക്കൽ പ്രസൻസ് അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ ഗ്രാഫാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പിന്നെ ഇത് ജസ്റ്റ് കുറച്ച് റിസർച്ച് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു CNCനെ പറ്റിയിട്ട്. CNC മൈനാച്ചുറലിസ്റ്റും സിറ്റിസൺ സയൻസ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഇവര് നടത്തിയ റിസർച്ചിനകത്ത് പറയുന്നത് ഈ ഡേറ്റ വെച്ചിട്ട് അവിടെ urban ഡൈവേഴ്സിറ്റി എങ്ങനെയുണ്ട്, പിന്നെ അവിടെ ഇക്കോളജി എങ്ങനെയുണ്ട്, ബയോട്ടിക് ഹോമോജനൈസേഷൻ, അങ്ങനത്തെ ഒരു ചെറിയ വർക്കായിരുന്നു. പിന്നെ സിറ്റി നേച്ചർ ചാലഞ്ച് ആയിട്ട് അതിന്റെ പാർട്ടിസിപ്പൻസ് റെസ്പോൺസിനെ പറ്റിയിട്ട് കുറച്ച് സ്റ്റഡി ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇതിൽ ജപ്പാനും യുണൈറ്റഡ് സ്റ്റേറ്റ്സും കൂടിയിട്ട് ഒരു കമ്പാരിസൺ ആയിരുന്നു ഇവരുടെ. അപ്പം ഇത് ലോക്കലിലുള്ള പ്ലാന്റ്സ് കണ്ടിട്ട് റെക്കോർഡ് ചെയ്തതിനു ശേഷം എന്താണ് അതിന്റെ ഇഫക്റ്റ്, ഡെമോഗ്രാഫിക് ആട്രിബ്യൂട്ട്സ് എങ്ങനെയാണ്, സോഷ്യോ ഡെമോഗ്രാഫിക് കാര്യങ്ങൾ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒബ്സർവേഷൻ പെർസെപ്ഷൻസ് ഉണ്ട്. ബേസിക്കലി ഇത് സക്സസ് ആണോ അല്ലയോ എന്നുള്ള ഒരു സയന്റിഫിക് ആസ്പെക്റ്റിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പിന്നെന്ന് പറയുന്നത് പബ്ലിക് എൻഗേജ്മെന്റ് എങ്ങനെയാന്നുള്ളത്. ഇത് മറ്റൊരു കേസ് സ്റ്റഡി ആയിരുന്നു 2018. ഇതിലും ഡീറ്റെയിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഇങ്ങനെ ബയോബ്ലിറ്റ്സ് നടക്കുന്നു, സ്പീഷീസ് സർവേ നടക്കുന്നു, വോക്കൽ നടക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻസ് എങ്ങനെയാണ്, എന്തൊക്കെ ടൈപ്പ് എൻഗേജ്മെന്റ് ചെയ്യാൻ പറ്റും, ആൻഡ് അതിന്റെ ഔട്ട് റിസൾട്ട് എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കേസ് സ്റ്റഡി ആയിരുന്നു ഇത്. പിന്നെ വരുന്നത് നമ്മുടെ പാൻഡമിക് ടൈമിലും നമുക്ക് സിറ്റി നേച്ചർ ചാലഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നല്ലോ. ഈ പാൻഡമിക് വന്നപ്പോഴാണ് നമുക്ക് ശരിക്കും കോമ്പറ്റേറ്റീവ് നിന്ന് മോർ ഓഫ് ഡേറ്റ കളക്ഷൻ ഇവന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങിയത്. അപ്പം ഇത് എൻ്റെ ജസ്റ്റ് ഒരു പേപ്പറാണ്, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് റിസർച്ച് ചെയ്തിട്ടുണ്ട്. CNC ഐനാച്ചുറലിസ്റ്റിന്റെ അണ്ടറിൽ ചെയ്യുമ്പോൾ നടക്കുന്ന അനാലിസിസ് എങ്ങനെയാണ്, യൂസർ ആക്ടിവിറ്റി അനാലിസിസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇതിനകത്ത് നെറ്റ്വർക്കിംഗ് നോക്കിയിട്ടുണ്ട്. അതായത് ഇപ്പം സോഷ്യൽ നെറ്റ്വർക്ക് എങ്ങനെ വരുന്നു, പിന്നെ ഒബ്സർവേഷൻ ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ പ്രോജക്റ്റ് നടക്കുന്നു അല്ലെങ്കിൽ ഒരു വോക്ക് നടക്കുന്നു,
ഇതൊക്കെ നടക്കുമ്പം എങ്ങനെ ലിങ്കുകൾ ഫോം ചെയ്യുന്നു, ഇന്ററാക്ഷൻസ് ഫോം ചെയ്യുന്നു, ഐഡന്റിഫിക്കേഷൻ എങ്ങനെ വരുന്നു, ആക്ടിവിറ്റീസ് എങ്ങനെ, അത്യാവശ്യം നല്ലൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള സയന്റിഫിക് സ്റ്റഡി തന്നെ നടത്തിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റിയിലിട്ടേക്കാം, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വന്നതാണ്. പിന്നെ നമുക്ക് വരുന്ന ഒബ്വിയസ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കൺസർവേഷൻ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട്. അപ്പം അതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സംഭവമാണ്. സോ ബേസിക്കലി നമ്മൾ എത്രയും ഡേറ്റ കൊടുക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ഒരു സ്റ്റാൻഡ് പറയാം. അതായത് ഇത്രയും ബയോഡൈവേഴ്സിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു അതിനെതിരെ അല്ലെങ്കിൽ നമുക്ക് അതിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ബയോഫിലിക് സിറ്റി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അപ്പൊ അവർ ഇതിലേക്ക് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാന്നുള്ളവർ പറയുന്നത്. ഇവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ, അതായത് കുറച്ച് ടാഞ്ചിബിൾ സ്റ്റെപ്സ് എടുക്കാം പ്രൊട്ടക്ട് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ CNC അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഒബ്സർവേഷൻസ് വഴി. പിന്നെ ഇതുപോലെ ലോക്കൽ ആൻഡ് ഗ്ലോബലി ചാലഞ്ചസ് നടത്തുക ഇടയ്ക്കിടയ്ക്ക്. അപ്പം അതിനനുസരിച്ച് നമ്മൾ നോക്കുക. പിന്നെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിലൊക്കെ കുറെ പേരുണ്ട്. CNC ഒക്കെ അതിന്റെ പാർട്ടായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ഇരുന്ന ഡേറ്റ വെച്ചിട്ട് നമുക്ക് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഒരു നല്ലൊരു കോഴ്സ് കൊടുക്കാം എന്നാണ് നമുക്ക് പറയുന്നത്. ഇത് ലാസ്റ്റ് ഇയറിന്റെ റിസൾട്ട്സ് ആണ്. ലാസ്റ്റ് ഇയർ നമുക്ക് നോക്കുമ്പോൾ എത്രയാണ് 2 മില്യൺ ഒബ്സർവേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് 65,000 സ്പീഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര നമ്പർ അല്ല, നല്ലൊരു നമ്പർ തന്നെയാണ്. 83,000 പാർട്ടിസിപ്പൻസ് അക്രോസ് വേൾഡ്. പല പല കൺട്രീസിന് പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ട്. ഗ്ലോബൽ റിസൾട്ട്സ് നമുക്ക് കാണാം താഴത്ത്. 24-ൽ 690 സിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഇന്ത്യയിൽ നിന്ന് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 290 സിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ മോസ്റ്റ് സ്പീഷീസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ബൊളീവിയ, ചൈന, ഓസ്ട്രേലിയ എന്നൊക്കെയാണ്. നമുക്ക് ഇന്ത്യയിൽ നിന്ന് അത്യാവശ്യം നല്ല ഒബ്സർവേഷൻസ് കിട്ടും, കാരണം നമുക്ക് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഉണ്ട് അത്യാവശ്യം. ആൻഡ് ലെറ്റ്സ് മേക്ക് ഷുവർ ദാറ്റ് നമുക്ക് ഈ പറഞ്ഞ ഹോട്ട്സ്പോട്ട്സിൽ നിന്ന് മാക്സിമം ഡേറ്റ കിട്ടും എന്നുള്ളത്. ഇത് ലാസ്റ്റ് ഇയറിലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫൈൻസ് ആണ്. ഇപ്പൊ നമ്മൾ CNC നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ സാധാ ഡേറ്റ വരുന്നതൊക്കെ ഗുണമൊക്കെ ഉണ്ട്. അത് കൂടാതെ നമുക്ക് ഇതിൽ വരുന്ന കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത കുറെ സ്പീഷീസ് നമ്മൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കണ്ടുപിടിച്ച സാധനം നമ്മൾ കാണുന്നില്ല, കുറെ വർഷങ്ങളായിട്ട് മിസ്സിംഗ് ആണ്, നമ്മളെ തിരിച്ച് കണ്ടെത്തുക, റീഡിസ്കവറി ബേസിക്കലി, അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് ലാസ്റ്റ് ടൈം ഉണ്ടായതാണ്. അതായത് പല പല സ്ഥലങ്ങളിൽ ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ തന്നെ നമുക്ക് ഹെറ്ററോസ്പീഷ്യ ഇൻഡിക്ക എന്ന് പറഞ്ഞ ഒരു മോത്ത് നമുക്ക് റീഡിസ്കവറി വന്നു. ഇത് ആഫ്റ്റർ 99 ഇയേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ച്. ഇത് നമുക്ക് വേൾഡിൽ ഡെസ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത് ആകെ ലിറ്ററേച്ചർ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തതുണ്ട്. പിന്നെ അത് കൂടാതെ ആകെ ഒരേ ഒരു സ്പെസിമെൻ മാത്രമേ ഉള്ളൂ. അത് പ്രിസർവ്ഡ് സ്പെസിമെൻ ലണ്ടനിലാണ് ഉള്ളത്. അപ്പൊ അതിന്റെ ബേസിസിൽ നമുക്ക് ഈ സ്പീഷീസിന് എക്സിസ്റ്റൻസ് തന്നെ പറഞ്ഞത്. അപ്പൊ ഇത് നമുക്ക് കഴിഞ്ഞ വർഷം CNC ത്രൂ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റി എന്നുള്ളൊരു സംഭവം ഉണ്ടായി. അതുപോലെ പല പല സ്ഥലങ്ങളിൽ പുതിയ സ്പീഷീസ്, പുതിയ അയനായിട്ട് റെക്കോർഡ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് എൻകൗണ്ടർ ചെയ്യാൻ പറ്റിയിരുന്നു. ഇതാണ് ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾ. ഇപ്പോൾ വൈറ്റ് സ്പോട്ടഡ് സ്ലൈമി സാലമാൻഡർ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഇതും ഈ USA ഒരു കൗണ്ടിയിൽ ഫസ്റ്റ് റെക്കോർഡായിരുന്നു. ചുമ്മാ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ് ഇങ്ങനെ പോയപ്പോൾ ഫോട്ടോ എടുത്ത് ഇട്ടപ്പോൾ ID ചെയ്ത് വന്നപ്പോൾ അതിങ്ങനെ ഫസ്റ്റ് റെക്കോർഡ്. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഹൗ ഈസി ഇറ്റ് ക്യാൻ ബി. ഒരു സ്റ്റുഡന്റിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വരുന്ന നിങ്ങൾക്ക് ബേസിക്കലി എല്ലാം അറിയണമെന്നില്ല, ബട്ട് മാക്സിമം ഒബ്സർവേഷൻസ് ഇടുമ്പം നമുക്ക് ഏതൊക്കെയാണ് പുതിയത്, ഏതൊക്കെയാണ് പഴയതെന്നൊന്നും അറിയില്ല. ചെയ്തു വരുമ്പം എവറിത്തിങ് ഗോസ് ടു ബയോഡൈവേഴ്സിറ്റി ആൻഡ് സയൻസ് ആൻഡ് യു മൈറ്റ് സ്റ്റിൽ സ്റ്റാൻഡ് എ ചാൻസ്. ആർക്കറിയാം, നാളെ നിങ്ങൾ ഒരു പുതിയ സ്പീഷീസിനെ ഫോട്ടോ എടുത്തിടുന്നു, അല്ലെങ്കിൽ സ്പീഷീസ് നിങ്ങൾ കാരണം ആൾക്കാരെ അറിയുന്നു എന്നൊക്കെ വരാം. അടുത്ത ഇതുപോലെ ഒരു ഓർക്കിഡ് ഉണ്ട്. ഇതിന് ഫസ്റ്റ് റെക്കോർഡായിരുന്നു CNCയിൽ നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടിയത്. നാച്ചുറലിസ്റ്റും GBIF-ലും ഇതിനെ പറ്റിയിട്ട് ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നില്ല, ഫസ്റ്റ് റെക്കോർഡായിരുന്നു. ഇത് നമ്മുടെ അതുൽ ശങ്കറിന്റെ ഒബ്സർവേഷൻ ഹെറ്ററോസ്പീഷ്യ ഇൻഡിക്ക എന്ന് പറഞ്ഞിട്ട് പൊടാറ്റിൽ നിന്നായിരുന്നു. ഫസ്റ്റ് റെക്കോർഡ് സ്പീഷി ആയിരുന്നു. അത് കൂടാതെ ഒരു സിംഗിൾ സ്പെസിമെൻ ഇന്ന് വന്നു എന്നുള്ളതും. മാനവ് ഒന്ന് നോക്കണേ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് CNCയുടെ ഗ്രോത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒബ്സർവേഷൻസ് ഇത് നമുക്ക് അപ്ലോഡ് പെർ വീക്ക്. ഒരു ഐനാച്ചുറലിസ്റ്റ് സാധാരണ ഒബ്സർവേഷൻ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫാണ്. അതിൽ CNCയുടെ സമയത്ത് കാണുന്ന പീക്ക് ഇസ് വെരി ഡിസ്റ്റിങ്ക്ട്, അല്ലെ, എമിനൻ്റ് ആണ്. അപ്പം അതായത് നമുക്ക് ആ സമയത്ത് ആ 4 ദിവസങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് ബയോബ്ലിറ്റ്സുകളും നല്ല രീതിക്ക് ഇവന്റുകൾ നടക്കുന്നതുകൊണ്ട് നല്ലൊരു പീക്ക് കയറി വരുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കാനാണ്. അതായത് നമ്മൾ പറയുമ്പോൾ പീക്കുകൾ മാത്രമല്ല, ഓരോ വർഷം ആ പീക്ക് വരുമ്പം ഇത്രയും ആൾക്കാർ CNC അല്ലെങ്കിൽ ഐനാച്ചുറലിസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന ആ പീക്ക് ഉണ്ടല്ലോ, ചെറിയ ചെറിയ ഹില്ല് പോലത്തെ ഉള്ളത്, അത് ഗ്രാജുവലി ഇൻക്രീസ് ആണ്. സോ ടെക്നിക്കലി ഇറ്റ് മീൻസ് നമ്പർ ഓഫ് യൂസേഴ്സ് ദാറ്റ്
സ്റ്റേ ബാക്ക് ആഫ്റ്റർ ദിസ് ഈവന്റ് അല്ലെങ്കിൽ ഈവന്റിന് ശേഷം കോൺസ്റ്റന്റ്ലി ഐനാച്ചുറലിസ്റ്റ് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ കൂടി വരുന്നതാണ്. അപ്പം അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആക്റ്റീവ് യൂസേഴ്സ് എന്ന് പറയുന്നത് ഓരോ CNCക്ക് ശേഷം ഗ്രാഫുകൾ സ്റ്റിൽ ദേ ആർ ബീങ് മെയിൻറ്റെയിൻഡ്. അപ്പം ഇതുപോലെ നെക്സ്റ്റ് ഇയർ നമ്മൾ CNC നടത്തുമ്പോൾ ഹോപ്പ് ഇത്തവണ വരുന്ന പുതിയ ആൾക്കാരുകൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവും. ഐനാച്ചുറലിസ്റ്റിൽ കണ്ടിന്യൂസ്ലി ഒബ്സർവേഷൻസ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ അത്രയേ ഉള്ളൂ CNCനെ പറ്റിയിട്ട് പറയാനായിട്ട്. അതിനകത്തിനെ പറ്റിയിട്ട് മേജർലി പറഞ്ഞു. CNC ജസ്റ്റ് ഒരു കോമ്പറ്റേറ്റീവ് മെത്തേഡാണ്, ഒരു ഇവന്റ് പോലെയാണ്. അപ്പം ഇതാണ് നമുക്ക് ഡേറ്റ്സ് വന്നിരിക്കുന്നത്. April 25 to 28 വരയ്ക്കാണ് നമുക്ക് ഒബ്സർവേഷൻ പീരീഡ് പറഞ്ഞിരിക്കുന്നത്. April 29 to May 4 വരയ്ക്ക് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. അപ്പം ഫസ്റ്റ് 25, 28 എന്നുള്ള ഡേയ്സിനോട് നിങ്ങൾ ഇരുന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ബട്ട് യു സ്റ്റിൽ ഹാവ് ടൈം. 29th to May 4 ഇടയിൽ അപ്ലോഡ് ചെയ്താൽ മതി. എന്നിട്ട് ഐഡന്റിഫൈ ചെയ്യുക. May 5 ആകുമ്പോഴേക്ക് നമുക്ക് റിസൾട്ട്സ് അനൗൺസ് ചെയ്യാം. സോ ഇതായിരുന്നു നമ്മുടെ CNCനെ പറ്റിയിട്ടും അതിനെ പറ്റിയിട്ടും. ഇനി I think we can be open to discussions and doubts. Thank you. Hi, thank you, Pranav and Ashwin. Very interesting. ഞാൻ ജോയിൻ ചെയ്തെങ്കിൽ ഇപ്പോഴാണ് എല്ലാം മനസ്സിലാവുന്നത്. ഒരു സെക്കൻഡ്. Yeah, so anybody having any doubts ഇവിടെ ചോദിക്കാം. You can either put it in the chat box or unmute and ചോദിച്ചാൽ മതി. So we'll be sending out invitations to colleges across Kerala. എന്നിട്ട് അവിടെ എന്നിട്ട് അവിടെ നമുക്ക് യു കെൻ ഡു എന്താ കോളേജ് അല്ലെങ്കിൽ സ്കൂളിൽ ഒരു എന്താ പറഞ്ഞ വാക്കോ ട്രെയിലോ ഒക്കെ നടത്താം. ഇഫ് യു നീഡ് എനി ഹെൽപ്പ് ഫ്രം us, ഡു റീച്ച് ഔട്ട്. വി കുഡ് പ്രോബ്ലി ഫൈൻഡ് യു സം എക്സ്പെർട്ടോ അവിടെ ആരെങ്കിലും കൂടുതൽ ഇതിനെപ്പറ്റി സ്പീഷീസിനെ ഒബ്സർവ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും പരിചയമുള്ളവരെ ആക്കിത്തരാം. സോ പ്ലീസ് ടോക്ക് ടു യുവർ ഫ്രണ്ട്സ് ഓർ സ്കൂൾസ് ഓർ കോളേജസ് whomever you are associated with. Okay. There's one question. Web app, അതെ. Yeah. That is it. Pranav അല്ലെങ്കിൽ Ashwin, do you have a picture of the? വെബ് Okay, so പോർട്ടലിലാണോ? there is a question. എന്റെ ചോദ്യം പ്രണവിനോടാണ്. ഡേറ്റ ലീക്കേജിന്റെ സാഹചര്യത്തിൽ ഇബേർഡിന്റെ ഉപയോഗം തടയണം എന്ന് മുൻ പറഞ്ഞിരുന്നല്ലോ. ആ ഒരു സാഹചര്യത്തിൽ ഇബേർഡ് ഒന്ന് സിറ്റിസൺസ് ആയി ഉപയോഗിക്കാൻ സാധ്യമാണോ? We are not talking about eBird, പക്ഷെ iNaturalist, it's also a citizen science app ആണ്. ഇത് ഉപയോഗിക്കേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. I think Wildlife Institute of India ഒക്കെ ഓക്കെ ചെയ്ത ആപ്പാണ്. സോ we won't have a problem using it in India, I think. ഓൾസോ ഇതിന് വരുന്ന ഡേറ്റ നമുക്ക് തന്നെ യൂസ് ചെയ്യാം. Ashwin, you want to take that question though? സോ പറയാനായിട്ട് ദിസ് ഹാവ് ടു സേ ദാറ്റ് ഈ പറഞ്ഞ ഡേറ്റ എന്ന് പറയുന്നത് സയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് നമ്മൾ ഡേറ്റ കൊടുക്കേണ്ട എടുത്ത് വെക്കുന്നു എന്ന് പറയുന്നത്. Okay, I'm not audible. അതെ. Ashwin? Yeah. I'm audible, right? Yes. Okay, yeah, sure. സോ ഡേറ്റ നമ്മൾ എടുത്തു വെക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമുക്കത് നമ്മളിപ്പോൾ പറയുമ്പോൾ തന്നെ പൊല്യൂഷനും കുറെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കാരണം കുറെ സ്പീഷീസ് ഡിസ്കവർ ചെയ്യുന്നതിന് മുന്നേ തന്നെ വൈപ്പ് ഔട്ട് ആയി പോകുന്നൊക്കെയാണ് Can പറയുന്നത്. you hear me? ഓക്കെ, ചാറ്റിൽ ഒന്ന് ഇട്ടേക്കാം. ആർക്കും കേൾക്കാൻ പറ്റത്തില്ല. കേൾക്കുന്നുണ്ട്. Am I audible? Yeah, you're audible. Yes, yes. കേൾക്കുന്നുണ്ട്. I think it's with your network or something. Okay, right. Hello. So, Okay. റൈറ്റ്, ഓക്കെ. സോ അതാണ് പറഞ്ഞു വരുന്നത്. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് തന്നെ ഇതിൽ റിസർച്ച് ചെയ്യാം. ഈ പറഞ്ഞ ഡേറ്റ നിങ്ങൾക്ക് ഐനാച്ചുറലിസ്റ്റ് വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇബേർഡും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ റിസർച്ച് ചെയ്യാം. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒബ്സർവേഷൻസ് വെച്ചിട്ട് എൻ്റെ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വീടിൻ്റെ അറൗണ്ട് അല്ലെങ്കിൽ കോളേജിന് അറൗണ്ട് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി വർക്കുകളും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇൻഡിസസും അങ്ങനത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇറ്റ്സ് ഓപ്പൺ ടു ആൾ. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ഡേറ്റ ആക്സസിബിലിറ്റി ആണ് അവർ നോക്കുന്നത്.
So I സോ don't think there's a problem with that. ഡാറ്റ ലീക്കേജ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല. ഇതൊരു ക്ലാസിഫൈഡ് ഡാറ്റ അല്ല, ഇത് ആർക്ക് വേണോ എടുക്കാവുന്ന ഡാറ്റയാണ്. അപ്പോ അതിൽ ഡാറ്റ ലീക്കേജ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോ നമ്മുടെ ഡാറ്റ സയൻസിനായിട്ട് ഗ്ലോബൽ സയന്റിഫിക് ഡാറ്റാബേസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ ലീക്കേജ് ആയിട്ട് കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതൊരു ഫിലോസഫി ഓഫ് സയൻസ്, നമ്മുടെ ശാസ്ത്രത്തിനെ സംബന്ധിക്കുന്ന ഫിലോസഫിയെ സംബന്ധിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതില് എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയില്ല. നമ്മള് ഡാറ്റ എന്ന് പറയുന്നത് ഫോർ അവർ കോമൺ ഗുഡിനാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതെ, അത്രേ ഉള്ളൂ. അപ്പൊ അതില് ലീക്കേജ് എന്നോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡാറ്റ അവരെടുക്കുന്നു നമ്മുടെ അങ്ങനെ അങ്ങനെ ഒരു ചിന്തയുടെ പ്രസക്തി ഇല്ല എന്നാണ് എന്റെ ഒരു ചിന്ത. Okay, right. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, പോസ്റ്റ് ചെയ്യാം ചാറ്റ് ബോക്സിൽ. ചോദിക്കാൻ പറ്റുമോ? പറയൂ. ടെക്സ്റ്റ് ചെയ്യണോ അതോ? അല്ല പറഞ്ഞോളൂ. Allah, you can talk that. എന്റെ സംശയം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്തിലൊരു നഴ്സറി സ്റ്റുഡന്റ് ആണ്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഈ റിസർച്ച് ഗ്രേഡ് എന്ന് പറയുന്നത് 3 ആളുകളെങ്കിലും മിനിമം അത് ID ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് റിസർച്ച് ഗ്രേഡ് എന്ന് പറയുന്നത്. അതെന്താണ്? അതൊരു ശരിയായ അതെന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാരണം അതൊന്ന് മനസ്സിലാക്കി തരുമോ? ഈ റിസർച്ച് ഗ്രേഡ് മാത്രമേ എന്തിലേക്ക് എടുക്കൂ അങ്ങനെയൊക്കെ പറയുന്നില്ലേ? അതെ. അപ്പൊ ബേസിക്കലി എന്ന് പറഞ്ഞാല് ഇപ്പോ നമ്മുടെ കമ്മ്യൂണിറ്റി, അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ കമ്മ്യൂണിറ്റിയുടെ ഒരു ഫിൽറ്ററിങ്ങിലൂടെ അല്ലെങ്കിൽ എക്സ്പേർട്സിന്റെ പർവ്യൂവിലൂടെ പോയി എന്നുള്ളതിന്റെ ഒരു ഒരു എന്താണ് ഡോക്യുമെന്റേഷൻ ആണ് നമ്മൾ ഈ റിസർച്ച് ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പോ ഒരു ടാക്സോണിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ എഗ്രി ചെയ്താൽ അത് റിസർച്ച് ഗ്രേഡ് ആയി എന്നുള്ളതാണ് ഐനാച്ചുറലിസ്റ്റിന്റെ ഡീഫോൾട്ട്. അപ്പോ അതില് റിസർച്ച് ഗ്രേഡ് എല്ലാം ആക്ച്വലി നല്ല ഡാറ്റ ആണെന്ന് വെച്ചാൽ അങ്ങനെ പറയാനും പറ്റില്ല. അപ്പോൾ റിസർച്ച് ഗ്രേഡ് ഡാറ്റയിൽ തന്നെ അത് യൂസ് ചെയ്യുന്ന റിസർച്ചേഴ്സ് റിസർച്ച് ഗ്രേഡ് ഡാറ്റയെ അപ്പടിയെ എടുക്കുകയല്ല, ദേ ഓൾസോ ഫിൽട്ടർ ദ ഡാറ്റ. അവര് ഒബ്സർവേഷൻസിലൂടെ പോയിട്ട് അവർക്ക് തന്നെ ആ ഒബ്സർവേഷന്റെ വാലിഡിറ്റി അല്ലെങ്കിൽ ക്രെഡിബിലിറ്റിയെ പറ്റി അവർ തന്നെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കും. അപ്പൊ റിസർച്ച് ഗ്രേഡ് എന്ന് പറയുന്നത് ഓക്കെ, ദിസ് ഈസ് എ കൺസിഡറബിൾ ഡാറ്റ എന്നുള്ള ഒരു സിഗ്നലാണ്. അപ്പൊ റിസർച്ചേഴ്സ് നോക്കുമ്പോഴത്തേക്കും ഓക്കെ, ദിസ് ഇസ് എ റിസർച്ച് ഗ്രേഡ് ഒബ്സർവേഷൻ, അപ്പോ നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം എന്നുള്ള ഒരു ടെന്റേറ്റീവ് സിഗ്നലാണ്. ഇറ്റ് ഇസ് നോട്ട് എ ഫൈനൽ വെർഡിക്റ്റ് ഓർ സംതിങ്. നമ്മൾ എന്താണ് ആ ഒബ്സർവേഷൻ ക്രെഡിബിൾ ആണ്, ഇറ്റ് ഈസ് മോർ ക്രെഡിബിൾ ദാൻ ദ റെസ്റ്റ് എന്നുള്ള ഒരു സിഗ്നലിംഗ് ആണ്. പിന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ എന്ന് പറയുന്നത് 3 പേര് എഗ്രി ചെയ്യേണ്ട, ഒരു സ്പീഷീസ് ലെവൽ ഐഡിയെ ഒരാൾ കൂടി എഗ്രി ചെയ്താൽ മതി, എങ്കിൽ അത് റിസർച്ച് ഗ്രേഡ് ആവും. ഇപ്പൊ ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത ഒബ്സർവേഷനിൽ തന്നെ എന്റെ ഐഡിയെ മറ്റൊരു യൂസർ എഗ്രി ചെയ്തപ്പോൾ തന്നെ അത് റിസർച്ച് ഗ്രേഡ് ആയായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോ നമ്മളുടെ പല ഒബ്സർവേഷൻസും ആരും എഗ്രി ചെയ്യുകയോ ഒരു കമന്റ് ചെയ്യുകയോ ചെയ്യാതെ കിടക്കുന്നുണ്ടാവും. അപ്പൊ അത് ഒരിക്കലും റിസർച്ച് ഗ്രേഡിലേക്ക് വരുന്നില്ല, അങ്ങനെയല്ലേ പറയുന്നത്? അതെ, അത് റിസർച്ച് ഗ്രേഡിലേക്ക് വരില്ല. അപ്പോ റിസർച്ച് ഗ്രേഡിലേക്ക് വരാത്ത ഒരുപാട് ഒബ്സർവേഷൻസ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒബ്സർവേഷൻ ചിലപ്പം റിവ്യൂവേഴ്സിന്റെ അല്ലെങ്കിൽ ഐഡന്റിഫയേഴ്സിന്റെയോ ശ്രദ്ധയിൽ പെടാതെ പോകുന്ന ഇഷ്ടംപോലെ ഒബ്സർവേഷൻ. കാരണം ഹ്യൂജ് ഇൻഫ്ലക്സ് ഓഫ് ഒബ്സർവേഷൻസ് ആണ് ദിവസവും അതിനാറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെല്ലാം മാനേജ് ചെയ്യാൻ, ഇതെല്ലാം മോണിറ്റർ ചെയ്യാനുള്ള ഒരു സ്കിൽ സെറ്റ് ഐഡന്റിഫയേഴ്സ് എന്നുള്ള നിലയ്ക്ക് അതിനാറ്റിൽ വളരെ കുറവാണ്. ഓൾസോ ഇതിലുള്ള റിസർച്ചേഴ്സിന് തന്നെ ഒരുപാട് പ്രോജക്ട്സും അവരുടേതായ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഐനാച്ചുറലിസ്റ്റിൽ ഐഡന്റിഫിക്കേഷൻ അത്ര പാഷനേറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നം അതിനുണ്ട്. പക്ഷെ റിസർച്ച് ഗ്രേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഈ ഫോട്ടോസിന്റെ ക്വാളിറ്റി ഈ റിസർച്ച് ഗ്രേഡ് ആകുന്നതിനെ ബാധിക്കാറുണ്ടോ? ഫോട്ടോസിന്റെ ക്വാളിറ്റി എന്ന് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ഇപ്പോ ആ ഫോട്ടോയിൽ നിന്ന് ഇപ്പൊ നമുക്ക് ഒരു
ഒരു പൂവിനെയോ അല്ലെങ്കിൽ ഒരു ആനിമലിനെയോ കാണുമ്പോൾ അതിന് നമ്മൾ ഡൈക്കോട്ടമസ് കീ എന്നൊക്കെ പറഞ്ഞ ടാക്സോണമിയിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഒരു ജീവിയെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കീസ് കാണില്ലേ, ടാക്സോണമിക് കീസ്. അപ്പൊ ആ കീസ് ആ ഫോട്ടോയിൽ ഡെപ്പിക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫിക്കലി നമുക്ക് പറയാൻ സാധിക്കും ഇത് ഇന്ന സ്പീഷീസ് ആണ് എന്ന് ഒരു റിസർച്ചർ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ റിസർച്ച് ഗ്രേഡ് ഒബ്സർവേഷൻ. അപ്പൊ അതില് ഫോട്ടോ ക്വാളിറ്റി എന്നുള്ള പാരാമീറ്റർ അല്ല, ആ ഫോട്ടോയിൽ ഡെപ്പിക്ട് ചെയ്തിരിക്കുന്ന ആനിമൽ അല്ലെങ്കിൽ ഓർഗാനിസത്തിന്റെ ID ഫീച്ചേഴ്സ് എത്രത്തോളം ആ ഫോട്ടോ ക്യാപ്ചർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പാരാമീറ്റർ. നമുക്ക് ക്വാളിറ്റി എന്ന് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ഒരു ഒബ്സർവേഷൻ അപ്ലോഡ് ചെയ്തു. അതില് ഒരാള് എനിക്ക് ID അറിയില്ല, ഞാൻ നോക്കിയിട്ട് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഞാൻ ID നീഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നു. ഒരാളത് ഒരു ID ഇട്ടിരിക്കുന്നു, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്താൽ വേറൊരാൾ മറ്റൊരു ID ഇട്ടിരിക്കുന്നു. ഏത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം? ഇതിൽ ആരിട്ടിരിക്കുന്നതാണ് കറക്റ്റ് എന്നുള്ളത് എനിക്ക് അറിയാൻ കഴിയുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? അതിപ്പോ നമുക്ക് പറയാൻ, നമുക്ക് അവിടെയുള്ള ആ എഗ്രി അല്ലെങ്കിൽ ഡിസഗ്രി എന്നുള്ള ഓപ്ഷൻസ്, കോമെന്റ് എന്നുള്ള ഓപ്ഷൻസ്, ആ ഒബ്സർവേഷൻ എന്താണ് എന്ന് അറിയാവുന്നവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് അതിൽ പ്രത്യേകിച്ച് കോമന്റ്സ് ഒന്നുമില്ല. ഇപ്പൊ എനിക്ക് ഇന്നത് ഈ സ്പീഷീസ് ആണെന്ന് അറിഞ്ഞുകൂടെയെങ്കിൽ എനിക്ക് അതിൽ ഐഡന്റിഫിക്കേഷൻ ആയിട്ട് ഒന്നും ചെയ്യാനില്ല. നമുക്ക് ആ ഒബ്സർവേഷൻ അതിനാറ്റിൽ അപ്ലോഡ് ചെയ്ത് അത് ഏതെങ്കിലും റിസർച്ചേഴ്സിന്റെ ശ്രദ്ധയിൽ വരും എന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ വേറെ ഒരു മാർഗം എന്ന് പറയുന്നത്, ഇപ്പൊ ഐനാച്ചുറലിസ്റ്റിൽ തന്നെ ഒബ്സർവേഴ്സ് അല്ലെ ഐഡന്റിഫയേഴ്സ് ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ബട്ടർഫ്ലൈസിൽ തന്നെ ഇന്ത്യയിൽ ഒരുപാട് ഐഡന്റിഫയേഴ്സ് ഉണ്ട്, ബേർഡ്സിൽ ഒരുപാട് ഐഡന്റിഫയേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഐഡന്റിഫയേഴ്സിന്റെ ശ്രദ്ധയിലേക്ക് നമ്മുടെ ഒബ്സർവേഷൻ വരാനായിട്ട് നമുക്കൊരു പരിപാടി ചെയ്യാം. അതാണ് ടാഗിങ് എന്ന് പറയുന്നത്. നമ്മൾ @ സിമ്പിൾ അടിച്ചിട്ട് അവരുടെ യൂസർ നെയിം നമ്മുടെ ഒബ്സർവേഷന്റെ അടിയിൽ ടൈപ്പ് കോമന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒബ്സർവേഷൻ അവരുടെ ശ്രദ്ധയിലേക്ക് വരികയും അവർ ആ ഒബ്സർവേഷൻ റിവ്യൂ ചെയ്ത് അവരുടെ സജഷൻ പറയുകയും ചെയ്യും. അങ്ങനെ ഒരു ഓപ്ഷൻ, അങ്ങനെ ഒരു ഫെസിലിറ്റി ഐനാച്ചുറലിസ്റ്റിലുണ്ട്. ഇപ്പോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഒബ്സർവേഷനും സ്പീഷീസ് ലെവൽ ഐഡന്റിഫിക്കേഷൻ കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഐനാച്ചുറലിസ്റ്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 75% ഒബ്സർവേഷൻസ് സ്പീഷീസ് ഗ്രേഡിലാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ 100 ഒബ്സർവേഷൻസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 75 എണ്ണം സ്പീഷീസ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ 25% അപ്പോഴും ബാക്കിയുണ്ട്. ആ സാധ്യത നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. ഓക്കെ, ക്ലിയർ. താങ്ക് യു. Anybody else? Any other questions? ഓക്കെ, എനിക്ക് മലയാളം ഇംഗ്ലീഷൊന്നും വായിക്കാൻ പറ്റുന്നില്ല. പക്ഷെ പോൾ സെഡ് ടാക്സന്റെ മേളിലും ഡിപ്പെൻഡന്റ് ആണ്. കൂടുതൽ ഒബ്സ്ക്യൂർ അല്ലെങ്കിൽ റിസർച്ച് നടത്താതെ ടാക്സയിൽ ID കിട്ടുന്നത് ഇച്ചിരി കൂടുതൽ ബുദ്ധിമുട്ടാവും. ഓക്കെ, ആ പോളിന്റെ പോയിന്റ് ഒന്നുകൂടെ പറയാം. അതായത് ഇപ്പോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ടാക്സ് അതില് എന്തുമാത്രം നമ്മുടെ സയന്റിഫിക് വേൾഡ് റിസർച്ച് ക്യാരി ഓൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ഐഡിയെ ബാധിക്കും. നമുക്ക് ID കിട്ടാനുള്ള സാധ്യത ബാധിക്കും. ഇപ്പോ ഒരു ബേർഡ് ആണെങ്കിൽ ബേർഡ്സ് വെൽ ഡോക്യുമെന്റഡ് ആണ്, വെൽ സ്റ്റഡീഡ് ആണ്. ഓർണിത്തോളജി മറ്റ് ഫീൽഡുകളെ അപേക്ഷിച്ച് ടാക്സോണമിക്കലി വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അല്ലെങ്കിൽ ബട്ടർഫ്ലൈസോ മോത്സ് ബട്ടർഫ്ലൈസിന്റെ അത്ര ഇല്ലെങ്കിൽ പോലും മോത്സും വളരെയധികം സ്റ്റഡീഡ് ആണ്. അപ്പോ അത്തരത്തിലുള്ള എന്താണ് ജീവികൾ ഒരുപാട് റെക്കോർഡ് ചെയ്യപ്പെടുകയും ഒരുപാട് സയന്റിഫിക് സ്റ്റഡിക്ക് വിധേയമാവുകയും സ്ക്രൂട്ടിനിക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒബ്സർവേഷൻ, അത്തരത്തിലുള്ള ഒരു ജീവിയാണ് നമ്മുടെ ഒബ്സർവേഷൻ എങ്കിൽ നമുക്ക് ID കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ല, നമ്മൾ ചിലപ്പോ ഒരു നമ്മുടെ ചുറ്റും ഒരുപാട് തരത്തിലുള്ള ജീവികളുണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ ഒരു ബഗിനെയോ അല്ലെങ്കിൽ ഒരു ഹെമിപ്റ്ററ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഫ്ലൈ ഡിപ്റ്റീറ എന്ന് പറയുന്ന ഓർഡറിലെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഓർഡേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന എന്താണ് പലതരത്തിലുള്ള ജീവികളുണ്ടല്ലോ. ഇപ്പൊ ഹാർവെസ്റ്റ്മെൻ, അങ്ങനെയുള്ള പല പല ജീവികളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ
ലോ ആയിട്ട് സ്റ്റഡി നടന്നിട്ടുള്ള വളരെ ലോ റിസർച്ച് ക്യാരി ഓൺ ചെയ്യപ്പെട്ടിട്ടുള്ള ജീവികളുണ്ടാവും, ക്യാരിഡ് ഔട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ജീവികളുണ്ടാവും. അത്തരത്തിലുള്ള ഓർഗാനിസംസിന് ID കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഐ തിങ്ക് ദാറ്റ് വാസ് പോൾസ് പോയിന്റ്. ബേസിക്കലി ഇൻ എ നട്ട്ഷെൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ബട്ടർഫ്ലൈ ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അതിന് ID കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന്റെ സ്പീഷീസ് ലെവൽ ID കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരെ മറിച്ച് ഒരു ഫ്ലൈ ആണെങ്കിൽ അത്ര സാധ്യത കാണത്തില്ല. അത്രേ ഉള്ളൂ. ഫ്ലൈയില് അതാ പ്രശ്നം. കുറെ ഇങ്ങനത്തെ ടാക്സ ഉണ്ട്, സ്പൈഡേഴ്സ്, ഫ്ലൈ. അതിൽ സ്പീഷീസ് കിട്ടാൻ നല്ല ടഫാണ്. കാരണം എല്ലാ ക്യാരക്ടേഴ്സ് ചെറിയ ചെറിയ മൈന്യൂട്ട് കീന്റെ മുകളിലാണ്. മോസ്റ്റ് പ്രോബ്ലി ജീനസിലെ അവർ വിടത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ കുറെ ടാക്സയിലും റീസെർച്ച് ഗ്രേഡ് കിട്ടാൻ ടഫാവും. പക്ഷെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് വേണേൽ ടിക്ക് ചെയ്യാം, ക്യാൻ ദിസ് ടാക്സ ബി ഐഡന്റിഫൈഡ് ടു ഹയർ ലെവൽ. അതിൽ നോ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ ഇട്ടാലും മൾട്ടിപ്പിൾ ഐഡന്റിഫയേഴ്സ് ജീനസ് അല്ലെ ഫാമിലി ലെവലിൽ ഇട്ടാലും റീസെർച്ച് ഗ്രേഡ് ആയിട്ട് എത്തും. അപ്പൊ അങ്ങനത്തെ ടാക്സയിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. Okay, great. Any other questions? So എനിക്ക് എപ്പോഴും ഭയങ്കര ഐ ലൈക്ക് ടു ഗോ ത്രൂ ദ PBR ആൻഡ് എവറിത്തിങ്. ഞാൻ എപ്പോഴും ഓഫീസിലേക്ക് ഇങ്ങനെ പറയുന്ന കാര്യം, നമുക്ക് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റേഴ്സ് ഫോർ കോളേജസ് സ്കൂൾസ് ഒക്കെ ചെയ്യണം. സോ that is why ഈ വർഷം I thought, okay, let's do this CNC WWF സ്റ്റേറ്റ് ഓഫീസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. I am glad that years ഇന്ന് മുന്നേ നമ്മുടെ കൂടെ ചെയ്തിട്ടുള്ള എല്ലാവരും ഉണ്ട്. അശ്വിൻ, പ്രണവ്, പോൾ, all those people. I'm happy to associate with all of you. അപ്പം I request all who are present here, ഈ വരുന്ന 25th തൊട്ട് 28th വരെ ആണെങ്കിലും മെയിൻ ഇവന്റ് എല്ലാവരും ഓരോ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു 10 ഒബ്സർവേഷൻ എങ്കിലും iNaturalist ഇട്ട് ഒന്ന് ചെയ്ത് ശീലിക്കാനായിട്ട് ഐ എം റിക്വസ്റ്റിംഗ് all of you. So I think we can wind up, Ashwin, if there are no Yes. more questions. Yeah. Okay. So thank you so much. അതേപോലെ തന്നെ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ tomorrow we have a talk on birds and how to upload and how to ഐഡന്റിഫൈ ബേർഡ്സ് ഒക്കെ. അതൊരു രതീഷ് RL എന്ന് പറഞ്ഞിട്ട് ഒരു കേവാസുല വെറ്ററിനറി കോളേജിലെ പ്രൊഫസറാണ് എടുക്കുന്നത്. സോ ഇന്ന് മെസ്സേജ് കിട്ടിയതുപോലെ ഈ ഒരു ടോക്കിന്റെ മെസ്സേജ് കിട്ടിയ പോലെ we'll keep on sending you things. So we have people who will talk on frogs, there are people who will talk on insects in general, birds, trees, എല്ലാം ഉണ്ട്. So I request I can guarantee, I think that വരാൻ പോകുന്ന ടോക്സ് എല്ലാം are taken by very good people. നല്ലവണ്ണം പറഞ്ഞ് പഠിപ്പിച്ചു തരാൻ പറ്റുന്ന ആൾക്കാരാണ് എടുക്കുന്നത്. So look forward to those sessions. It will be there for the 20th, 25th leading up to that. ഓരോ ദിവസവും കാണും. Mostly in the evenings ആണ് to accommodate people who are going to office and schools and colleges. മിക്കവാറും ഒക്കെ 7 മണി തൊട്ടൊക്കെയാണ്. So I request all of you to join and spread the message, and hopefully this year CNC Kerala we can have a lot of observations. Also പുതിയ ഏതെങ്കിലും ജീവനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Keeping my fingers crossed. So I'm very excited. Like they say, നമ്മള് ചുറ്റുമുള്ളത് കാണുമ്പോഴത്തേക്ക് we'll know the importance of it. അല്ലെ, only we know the importance will we say okay നമുക്ക് ഇതിനെ സംരക്ഷിക്കണം എന്ന് തോന്നത്തുള്ളൂ. So I'm in WWF because I'm very passionate about nature and all that, and I hope the CNC challenge will also എന്താ പറയുന്ന create that passion in all of you to learn more about nature and how all these little organisms and plants are coexist, and അത് അവർ എന്തുമാത്രം അത് നമ്മുടെ പ്രകൃതിയിൽ അതിന് അത്യാവശ്യമുണ്ട്. നമ്മൾ കൊതുവിനെ കാണിച്ച് കൊല്ലും, അതിനെ ഡയറക്റ്റ് ഒക്കെ ചെയ്യണമെന്ന് പറയും, even though it's an insect, but we know that it is a pest and it is doing a lot more harm, and why the population of it increases, and it is sometimes നമ്മുടെ മനുഷ്യരുടെ കാരണം കൊണ്ടാണ് അല്ലേ. So all these interrelationships and the biological carrying capacity, all those things നമുക്ക് മനസ്സിലാക്കിയ I hope ഇനി വരുന്ന കാലങ്ങളിൽ we can have better biodiversity and we protect all of them. So thank you so much all of you for joining me. Thank you Ashwin and Pranav also. I'm glad you're all aboard with us, and നമുക്ക് ഈ വർഷത്തെ പരിപാടി ഭയങ്കര നല്ല രസമായിട്ടാക്കാം, and I hope we learn a lot more. So thank you everybody. Thank you from all my WWF and all the people who are organizing this. Thank you. Thank Good you. night. Thank you.